بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله. اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا وعملوا الصالحات كانت لهم جنات الفردوس نزلا خالدين فيها لا يبغون عنها حولا. صدق الله العلي العظيم. صدق وصدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا سيدي جد لي فجودك منتظر للمرتجي لا سيما أهل الفقر. ما لي سوى مدحي وحبي من ذخر، فهما الذخيرة لي ونعم المدخر. بهما رجائي أن عيني قد تقر، إذ ما يقابل كل ساع بالأجر. يا رب صل على النبي محمد منجي الخلائق من جهنم في غدي. സർവാദരണീയരായ സയ്യിദവർകൾ, ഉസ്താദുമാർ, മുതഅല്ലിമുകൾ, രക്ഷിതാക്കളെ, മാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ റബീഉൽ ആഖിറിന്റെ ആരംഭത്തിൽ നല്ലൊരു മജ്‌ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്. നല്ലത് പറയാനും കേൾക്കാനും അതിനു വേണ്ടി ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്കെല്ലാവർക്കും നമ്മോട് ബന്ധമുള്ള, നാം പരിചയമുള്ള, ദുആ ചെയ്യാൻ കടപ്പെട്ട എല്ലാ ആളുകൾക്കും അല്ലാഹു തആല തൗഫീഖ് വർദ്ധിപ്പിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാൻ നമ്മുടെ ഉലമാക്കൾ, സാദാത്തുക്കൾ, പ്രവർത്തകന്മാർ, വിശിഷ്യ ഇവിടെ ദീനിന്റെ ഖിദ്മയുമായി സജീവമാകുന്ന മുഴുവൻ ആളുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാനസികമായും ശാരീരികമായും മുഴുവൻ പ്രശ്നങ്ങളും ഇതുപോലെയുള്ള മജ്‌ലിസ് കൊണ്ട് അല്ലാഹു പരിഹരിച്ചു നൽകുമാറാകട്ടെ. ഈ പള്ളിയുടെ ഉദ്ഘാടന കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയല്ലേ? അവിടെ വന്നു പോയതാണ്. ചെമ്പിന് വേണ്ടിയൊക്കെ പിരിച്ച്, ചെമ്പ് ഇപ്പോഴും ഇല്ലേ? പിന്നെ ആ ചെമ്പിലുണ്ടാക്കിയ ഭക്ഷണമൊന്നും കഴിക്കാൻ കൂടിയിട്ടില്ല. അപ്പൊ പിന്നൊരു വരവാണ്. ഈ ഇടയ്ക്കെതിരെ പോകുമ്പോൾ നിസ്കരിക്കാനൊന്ന് കയറും. വണ്ടി നിർത്താനും നിസ്കരിക്കാനും നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. അള്ളാഹു നല്ല ഇസ്സത്തിലാക്കി നമ്മുടെ ഈ പള്ളിയും
അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. സയ്യിദ് അവറുകളുടെ നേതൃത്വത്തിൽ ഇവിടെ നിർവഹിക്കപ്പെടുന്ന വലിയൊരു ആത്മീയ മജ്ലിസാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ ഒരു ഉപദേശം, ഒരു പുതിയ മുഖം എന്ന അർത്ഥത്തിൽ എന്നെ പരിഗണിക്കാനില്ല, ഉപദേശിക്കാൻ അവിടെ സാജിസ്ഥാമ്പലൊക്കെ വലിയ വാള്. എന്നാലും ഒരു പുതിയ ആള് വന്ന് വാള് പറഞ്ഞു എന്നുള്ളവർക്ക് ഞാനൊന്ന് എഴുന്നേറ്റ് അല്ലാഹു തആല നമ്മെ എല്ലാവരെയും സ്വലാഹിയത്തിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. സ്വാലിഹാകുക എന്നത് എളുപ്പമുള്ള ഒരു സംഗതിയല്ല. സ്വാലിഹായി തീരുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമായി മാറി. നമ്മളെപ്പറ്റി മലക്കുകൾ പറയണം അയാള് സ്വാലിഹാണ്, അല്ലാതെ ഇപ്പൊ പറയാൻ നബിമാരൊന്നുമില്ല. അമ്പിയാക്കൾ ഉണ്ടെങ്കിൽ അവര് പറഞ്ഞാ പിന്നത് മാറണ്ടാവില്ല. ഒരുപാട് സ്വഹാബിമാരെ പറ്റി അവരിലുള്ള നല്ല ഗുണങ്ങൾ മുന്നിൽ നിർത്തിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു റജുലുൻ സ്വാലിഹ്, നല്ല മനുഷ്യൻ. കൂട്ടത്തിൽ തങ്ങൾ അഭിപ്രായപ്പെട്ട ഒരു വലിയ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. യുവത്വകാലത്ത് തന്നെ രാത്രിയിൽ പള്ളിയിൽ ഉറങ്ങി സുബ്ഹിന്റെ ജമാഅത്തും കഴിഞ്ഞ് ഇൽമിന്റെ മജ്ലിസിൽ പങ്കെടുത്ത് പിരിയുന്ന ഒരു പ്രകൃതമുള്ള മഹാനായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. തന്റെ യൗവനകാലത്ത് ഇബാദത്തായി കരുതിയിരുന്ന വലിയൊരു ഇബാദത്താണ് എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷമുള്ള ഇൽമിന്റെ മജ്ലിസിൽ മുടങ്ങാതെ സംബന്ധിക്കുക. മദീന പള്ളിയിൽ അങ്ങനെ സംബന്ധിച്ച് ഇൽമ് കരസ്ഥമാക്കിയിരുന്ന വലിയ മഹത്തുക്കളിൽ ഉൾപ്പെട്ട ഈ മഹാനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നഹു റജുലുൻ സ്വാലിഹ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നല്ല മനുഷ്യൻ. ഒരാള് സ്വാലിഹാകാൻ എന്താണ് ആളിൽ വേണ്ടത്? നമ്മളൊക്കെ ദ്വാരക്കുന്നതാണല്ലോ സ്വാലിഹീങ്ങളിൽ പെടാൻ. തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. അല്ലാഹുവേ, എന്നെ മുസ്ലിമായി നീ മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളോടൊപ്പം ചേർക്കുകയും ചെയ്യണം. നാളെ ആഖിറത്തിൽ സ്വാലിഹീങ്ങളോടൊപ്പം ചേരണമെങ്കിൽ ദുനിയാവിൽ തന്നെ ആള് സ്വാലിഹാകണം. ദ്വാരന്നാ മാത്രം പോരാന്ന്. അപ്പോഴേ സ്വാലിഹീങ്ങളോട് നമ്മൾ ചേർക്കപ്പെടുകയുള്ളൂ. സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ ചേരാൻ ദുആ ചെയ്യാത്ത ഒറ്റ മഹാനും ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ല. എല്ലാ അമ്പിയാക്കളും ഔലിയാക്കളും സ്വാലിഹീങ്ങളെ കൂട്ടത്തിൽ പെടുത്തണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്തു. അമ്പിയാക്കളെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിൽ വിശേഷിപ്പിച്ച ഒരു വലിയ വിശേഷണം അതാണ്. ഇന്നഹും മിനസ് സ്വാലിഹീൻ, ഇന്നഹും മിനസ് സ്വാലിഹീൻ. അവർ സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ്, സ്വാലിഹീങ്ങളിൽപ്പെട്ടവരാണ്. നമ്മൾ അതിന് അർത്ഥം വെക്കും ഒരു പദത്തിന്റെ അർത്ഥം സജ്ജനങ്ങളിൽപ്പെട്ടവർ എന്നൊക്കെ പറയും. വിശദമായി പറയുമ്പോ നമുക്കതിന്റെ ആശയം കേൾക്കാൻ പേടിയാണ്. നല്ല ഈമാനും നല്ല അമലും അതിന് വലിയ സഹായകമാണ്. അള്ളാഹു അത്തരത്തിലുള്ള ഈമാനും അമലും തന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് ഘട്ടത്തിലും പതറാത്ത ഈമാനുമാണ്, ഒരിക്കലും പിന്തിരിഞ്ഞു പോകാത്ത രീതിയിലുള്ള ഈമാൻ. സഹോദരങ്ങളെ, പ്രയാസങ്ങളും പരീക്ഷണങ്ങളും കഷ്ടപ്പാടുകളും സുഖങ്ങളും എല്ലാം ഒരുപക്ഷെ ഈമാനിൽ നിന്നൊരു മനുഷ്യനെ പിന്തിരിപ്പിക്കാനുള്ള ശക്തികളായി വർത്തിക്കും. പക്ഷേ പിന്തിരിയാതെ ഉറച്ചു നിൽക്കാനുള്ള കഴിവാണ് ശക്തമായ ഈമാനുള്ള മുഅ്മിനായ മനുഷ്യനുള്ള കഴിവ്.
എത്ര ബുദ്ധിമുട്ട് വന്നാലും അള്ളാഹു നൽകിയ ഈമാൻ വലിച്ചെറിയാൻ ഒരുക്കമല്ല. എത്ര പ്രതിസന്ധി വന്നാലും അങ്ങനെ ഒരു ചിന്ത പോലും മനസ്സിൽ വരാത്ത വിധം അള്ളാഹു എനിക്ക് ഈമാൻ നൽകിയല്ലോ എന്നൊരു അനുഗ്രഹം ചിന്തിച്ചുകൊണ്ട് ഉറച്ചു നിൽക്കുന്ന ഒരു ഈമാൻ. എത്ര പ്രതിസന്ധി വന്നു സ്വഹാബത്തിന്, ഈമാനിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന ശക്തികൾ വരെ വന്നു. പക്ഷെ അവര് പിന്തിരിഞ്ഞില്ല. അവരെ ഈമാനിന്റെ കട്ടിയാണ്. നിങ്ങൾ നോക്കുക, ബഹുമാനപ്പെട്ട കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു യൗവനകാലത്ത് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സ്വഹാബത്തിൽ നിന്ന് ഉണ്ടായ ബഹിഷ്കരണം. ഈ നാട്ടിൽ നമ്മൾ താമസിക്കുന്ന നാട്ടിൽ നിന്ന് നാട്ടുകാരൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ പിന്നെ നമ്മളെ ലക്ഷ്യം എന്തായിരിക്കും? നമ്മളെ സ്വീകരിക്കാൻ വേറൊരു പക്ഷം ആളുകൾ തയ്യാറായി നിൽക്കുകയാണെങ്കിൽ അങ്ങോട്ട് പോവാന്ന് പറയും. അല്ല, അവര് മുസ്ലിങ്ങളല്ല, അവര് നമ്മളെ സ്വീകരിക്കാൻ റെഡിയല്ലേ. നമ്മളെ ആൾക്കാർ നമ്മളെ കൈയൊഴിഞ്ഞില്ലേ എന്ന് പറയും. കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു യുവത്വകാലത്ത് നേരിട്ട വലിയ ഒരു പരീക്ഷണമാണ്. പക്ഷെ ആ പരീക്ഷണത്തിൽ മഹാനവറുകൾ സഹിച്ചു നിന്നു, തൗബയിലായി ജീവിച്ചു. തബൂക്കിലേക്ക് പോകാൻ അവസരങ്ങൾ ഉണ്ടായിട്ടും മഹാനവറുകൾ പോയില്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം സഹാബത്തിന്റെ കൂടെ പോയ ഒരു സമരമുഖമാണ് തബൂക്ക്. പക്ഷെ അവിടെ കാര്യമായ യുദ്ധങ്ങളൊന്നും നടന്നിട്ടില്ല. ഏറ്റവും നല്ല ചൂട് കൂടിയ കാലമായിരുന്നു. ചൂട് കൂടുതലുള്ള കാലത്താണല്ലോ പഴവർഗ്ഗങ്ങൾ നല്ലോണം ഉണ്ടായി. അറേബ്യയിലെ സിസ്റ്റം അങ്ങനല്ല. കാരക്കയൊക്കെ പാകമായി ഇങ്ങനെ നിൽക്കും. കാരക്കത്തോട്ടുള്ള വളർത്തു എടുത്തു നോക്കും. ജമാഅത്തിൽ പോകുമ്പോഴും നോക്കും, വരുമ്പോഴും നോക്കും. കാരണം അയാളെ സമ്പത്തിലെ മികച്ച സ്വത്താണത്. അപ്പൊ അതൊക്കെ നല്ലോണം ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ കഴിവുള്ള മഹാനാണ് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ പോയില്ല. പോകാതിരുന്നപ്പോ വലിയൊരു പേടി, തിരിച്ചു വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാരണം പറയണല്ലോ എന്നുള്ളൊരു പേടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്ര കഴിഞ്ഞാൽ ആദ്യം മദീന പള്ളിയിലേക്കാണ് വരിക. യാത്ര പോകുന്ന സമയത്തും അവസാനം പള്ളിയിൽ ഒന്ന് കയറി നിസ്കരിച്ച് യാത്ര ആരംഭിക്കും. യാത്ര കഴിഞ്ഞു വരുമ്പോ ആദ്യമായി പള്ളിയിലേക്ക് പ്രവേശിക്കും. 2 റക്അത്ത് നിസ്കരിച്ച് അവിടെ ഇരിക്കും. അപ്പൊ സ്വഹാബിമാരും പലരും കാണാൻ വേണ്ടി വരും. കുറെ ദിവസമായി എന്തെങ്കിലും വിഷയങ്ങളൊക്കെ പറയാനുള്ള ആളുകൾ ഉണ്ടാകും, അവരും വരും. പോകാൻ പറ്റാത്തതിലുള്ള വിഷമങ്ങൾ അറിയിക്കാൻ പലരും വരും. കൂട്ടത്തിൽ കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വന്നു. മഹാനവറുകളോട് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തേ വരാതിരുന്നത്? എന്തേ വരാതിരുന്നതെന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം പറയണം. പക്ഷേ മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, തങ്ങളല്ലാത്ത ഒരു നേതാവിന്റെ മുമ്പിലാണ് ഞാൻ ഈ ഇരിക്കുന്നതെങ്കിൽ എന്തെങ്കിലൊക്കെ പറഞ്ഞ് ഞാൻ രക്ഷപ്പെടുമായിരുന്നു. കാരണം സംവദിക്കാനുള്ള നല്ല ശക്തിയും കഴിവും അള്ളാഹു എനിക്ക് തന്നിട്ടുണ്ട്. ഒരാളോട് പറഞ്ഞ് രക്ഷപ്പെടാനുള്ള കഴിവൊക്കെ എനിക്കുണ്ട്. പക്ഷേ തങ്ങളെ മുന്നിൽ വെച്ച് ഞാൻ പറയുന്നു, വല്ലാഹി മാലി മിൻ ഉദുർ, ഒരു കാരണവുമില്ല. അതിനു മുമ്പ് 70 ചില്ലാനം ആളുകൾ ഓരോ കാരണം പറഞ്ഞങ്ങനെ പോയി. അവര് കാരണം തുടങ്ങുമ്പോഴേക്ക് തങ്ങൾ പറയും ശരി. കാരണം മുഴുവനായി കേൾക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം പറഞ്ഞു തുടങ്ങുമ്പോഴേക്ക് തന്നെ അറിയാതെ കളവാണ്. ഇനി ആ കളവ് ഫുള്ളായിട്ട് കേൾക്കാൻ നിൽക്കണ്ടല്ലോ. അപ്പൊ തങ്ങൾ ശരി ശരി എന്ന് പറയും. മഹാനവറുകൾ പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു, അമ്മാ ഹാദാ ഫഖദ് സ്വദഖ, ഈ മഹാൻ സത്യം പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഇതിനു മുമ്പ് പറഞ്ഞ ആളുകളുടെ പറച്ചിലൊന്നും അറിയാഞ്ഞിട്ടല്ല. മഹാനവറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം, നിങ്ങൾ എഴുന്നേൽക്ക്, അള്ളാഹുവിന്റെ തീരുമാനം നിങ്ങളിൽ വരുന്നത് വരെ നിങ്ങൾ വിട്ടു നിൽക്കണം. സ്വഹാബത്തിനോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. ആരും കഅബ് റളിയല്ലാഹു അൻഹുവിനോട്, അതുപോലെ തന്നെ നേരത്തെ സത്യം പറഞ്ഞ 2 മഹാന്മാരുണ്ട്, മുറാറത്ത് ബിൻ റബീ റളിയല്ലാഹു അൻഹു, ഹിലാൽ ബിൻ ഉമയ്യത്ത് അൽ വാഖിഫി റളിയല്ലാഹു അൻഹു, ഈ 3 പേരോടും ആരും സലാം പറയരുത്.
നമ്മൾ ആൾക്കാർ ചിന്തിക്കും സലാം പറയരുത് എന്നുള്ളത് ഇപ്പൊ അടുത്ത ആരും ഉണ്ടാക്കിയതാണ്. സലാം പറയരുത് എന്നുള്ള പണ്ടേ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇവരോട് സലാം പറയരുത്, മിണ്ടരുത്, ചോദിച്ചാൽ ഒരക്ഷരം മറുപടി പറയരുത്, സലാം പറഞ്ഞാൽ മടക്കരുത്, അങ്ങോട്ട് സലാം പറയരുത്. അങ്ങനെയുണ്ട്. ഇവര് വല്ല ആശയങ്ങളും തിരിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഹദീസ് മാറ്റിയിട്ടുണ്ടോ? ഏതെങ്കിലും ഇമാമിങ്ങളെ ചീത്ത പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സഹാബിയെ ആ സഹാബി കളവ് പറഞ്ഞു എന്ന് ഇവര് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ എങ്ങനെ നിങ്ങൾക്ക് സലാം പറയാൻ തോന്നുന്നത്? അപ്പൊ നിങ്ങൾ ഈമാൻ ഇല്ല. നിങ്ങൾ എന്റെ കുടുംബക്കാരനല്ലേ, കൂട്ടുകാരനല്ലേ, നാട്ടുകാരനല്ലേ, പണിക്കാരനല്ലേ, തുണക്കാരനല്ലേ? ഈമാനില്ലാത്ത വിദേഹത്തിന്റെ ലാഞ്ചനയുള്ള ഒരു മനുഷ്യനോട് സലാം പറഞ്ഞാൽ അയാൾ ഇസ്ലാമിനെ പൊളിച്ചു എന്നാണ്, പൊളിക്കാൻ സഹായിച്ചു എന്നാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശം. സലാം പറയാൻ പാടില്ല. മൻ വഖറ സ്വാഹിബ ബിദ്അത്തിൻ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം. ബിദ്അത്തുകാരനെ ബഹുമാനിച്ചാൽ, ബഹുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലമല്ലേ സലാം പറയൽ. അവനൊന്ന് എഴുന്നേറ്റ് നിന്ന് കൊടുത്താൽ, അവനെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ, അവനെ കാണുമ്പോൾ ഒരു ബഹുമാനത്തിന്റെ നോട്ടം നോക്കിയാൽ ഫഖദ് അആന അലാ ഹദ്മിൽ ഇസ്ലാം, ഇസ്ലാമിനെ തകർക്കാൻ ഈ മനുഷ്യൻ സഹായിച്ചു. ഇസ്ലാമിനെ പൊളിക്കാൻ സഹായിക്കുന്ന കൂട്ടർ ലോകത്താരാ? യഹൂദികളാണ്. അവരെ പോലെ ഇസ്ലാമിനോട് ശത്രുതയുള്ള ഒരു വിഭാഗം ലോകത്ത് വേറെയില്ല. അത് എന്റെ വകല്ല, അല്ലാഹുവാണ് അങ്ങനെ പറഞ്ഞത്. ഇന്നാ അശദ്ദന്നാസി അദാവത്തൻ ലില്ലദീന ആമനുൽ യഹൂദ്. മുഅ്മിനീങ്ങളോട് ഏറ്റവും കടുത്ത എതിർപ്പുള്ള വിഭാഗം മനുഷ്യരിൽ അൽ യഹൂദ്, ജൂതന്മാരാണെന്ന് അല്ലാഹു പറയുന്നു. ജൂതന്മാരെ പോലെ മുഅ്മിനീങ്ങളോട് എതിർപ്പുള്ള ഒരു വിഭാഗം ലോകത്ത് വേറെയില്ല. അത്രയും കടുത്ത എതിർപ്പ് കൊണ്ടല്ലേ സഹോദരങ്ങളെ മുസ്ലിം സഹോദരന്മാരെയും സഹോദരിമാരെയും ഈ വിധം അവർ ആക്രമിക്കുന്നതും മർദ്ദിക്കുന്നതും. അല്ലാഹു ആ സഹോദരങ്ങൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് അല്ലാഹു വലിയ സഹായം നൽകുമാറാകട്ടെ, വലിയ സമാധാനം അല്ലാഹു നൽകുമാറാകട്ടെ, ശത്രുക്കളുടെ ശക്തി അല്ലാഹു ക്ഷയിപ്പിക്കുമാറാകട്ടെ. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തതും അവർക്കെതിരെയാണ്. വഫാത്താകുന്നതിന് മുമ്പ്, തങ്ങൾ കണ്ണടക്കുന്നതിന് മുമ്പ് അവസാനം ദുആ എന്താ? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറാ ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. ജൂത നസ്വാറാക്കൾക്ക് അല്ലാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദാ. അവരുടെ നബിമാരുടെ ഖബറുകൾ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി മാറ്റി, അതിൽ പ്രത്യേക ചിത്രങ്ങൾ കൊത്തിവെച്ചുണ്ടാക്കി, ആ ഖബറുകളുടെ സ്ഥലത്ത് അവർ സുജൂദ് ചെയ്യുന്ന രൂപത്തിലാക്കി മാറ്റി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം ലാനത്ത് കൊണ്ട് ദുആ ചെയ്ത കക്ഷികളാണ് അവർ. സഹോദരങ്ങളെ, അതുകൊണ്ട് സലാം പറയാതിരിക്കുക എന്നുള്ള ഒരു സ്വഭാവം, ഒരു നടപടി ലോകത്ത് ഇന്നോ ഇന്നലെയോ വന്നതല്ല. ഈ പറയുന്ന ഹദീസിൽ നിന്നാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹും തെളിവ് പിടിച്ചത്. കഅബ് റളിയല്ലാഹു അൻഹുവോട് സലാം പറയണ്ടാന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ നിന്ന് അല്ലാ യുസല്ലിം അലൽ മുബ്തദിഇ വൽ ഫാസിഖി, ഒരൊറ്റ മുബ്തദിഇനോടും ഫാസിഖിനോടും സലാം പറയാൻ പാടില്ല, അവരിൽ നിന്ന് സലാം മടക്കാനും പാടില്ല. മുബ്തദിഇനോട് മാത്രമല്ല കേട്ടോ, പിന്നെ ആരുണ്ട്? ഫാസിഖുണ്ട്. ഫാസിഖ് ഒരൊറ്റ വക്ത് നിസ്കരിക്കൂല, മൗലൂദിനൊക്കെ ഉഷാറാ. ഫാസിഖായാലും അവനോട് സലാം പറയാൻ പറ്റൂല. നിസ്കരിക്കാത്തവൻ ഫാസിഖല്ലേ? നിസ്കരിക്കാത്തവൻ ഫാസിഖാണ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ വൻകുറ്റം ചെയ്തു അതിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയിട്ടില്ല, അല്ലെങ്കിൽ ചെറുദോഷം സദാ ചെയ്തുകൊണ്ടിരിക്കുന്നു, അവനാണ് ഫാസിഖ്. നുണ പറയാത്തൊരു ദിവസം ഉണ്ടാകൂല, പരിഹസിക്കാത്തൊരു ദിവസം ഉണ്ടാകൂല, ഗീബത്തും നമീമത്തും പറയാത്ത ഒറ്റ ദിവസം ഉണ്ടാകൂല. ഇതൊക്കെ ഫാസിഖാ. അത് നുണ. വാട്സപ്പിലൂടെ പറഞ്ഞാലും മതി, മെസ്സേജായി വിട്ടാലും മതി, ഒക്കെ നുണ തന്നെ. ആൾക്കാരെ കേൾക്കുന്ന രൂപത്തിൽ മൈക്കെട്ടി പറയണമെന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം. ഫാസിഖും ആകാൻ പാടില്ല, മുബ്തദിയും ആകാൻ പാടില്ല. അല്ലാഹു നമ്മളെ ഈമാൻ ശക്തിപ്പെടുത്തി തരട്ടെ.
ഒരൊറ്റ മുബ്തദീനോടും ഫാസിഖിനോടും സലാം പറയാൻ പാടില്ല എന്നതിന്റെ തെളിവ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് തബൂക്കിൽ നിന്ന് വന്ന ശേഷം മദീന പള്ളിയിൽ വെച്ച് സ്വഹാബത്തിനോട് പറഞ്ഞു, ഇവരോട് സലാം പറയരുത്, ഇവർ സലാം പറഞ്ഞാൽ മടക്കരുത്. അങ്ങനെ ഉണ്ടാവുക നാട്ടിലെ ജീവിതം. ഒരൊറ്റ കുട്ടിയും ഒരു ഹർഫും ഉണ്ടാത്തൊരു നാട്. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ അടുത്ത കൂട്ടുകാരനാണ് എന്റെ എളാപ്പയുടെ മകൻ. ഞങ്ങൾ ഒരുമിച്ചാണ് ജമാഅത്തിന് പോകാറുള്ളതും വരാറുള്ളതും. എന്റെ എളാപ്പയുടെ മകനെങ്കിലും എന്നോട് സംസാരിക്കുമെന്ന രീതിയിൽ ഞാനൊരു ചുമരിനോട് മറഞ്ഞു നിന്നിട്ടൊരു സലാം പറഞ്ഞപ്പോ മിണ്ടിയില്ല. ഒന്ന് സലാം മടക്കാതെ എന്റെ എളാപ്പയുടെ മകൻ മാറി തിരിഞ്ഞു പോയി. എന്നിട്ട് പറഞ്ഞു, നിന്റെ ശബ്ദം എനിക്ക് മനസ്സിലായിട്ടുണ്ട്, സലാം മടക്കരുത് എന്നല്ലേ നിർദ്ദേശം, അതുകൊണ്ട് സലാം മടക്കില്ല. മദീന മാർക്കറ്റിലേക്ക് ഒന്ന് ചെന്നാൽ എന്താ സഹോദരങ്ങളെ അവസ്ഥ? മദീന മാർക്കറ്റിലേക്ക് ഒന്ന് ചെന്നാൽ എന്താണ് അവസ്ഥ? ഒരൊറ്റ കുട്ടിയും സംസാരിക്കുകയില്ല. കച്ചവടക്കാരന് എഴുതി കൊടുക്കുന്നു, ഈ വസ്തുക്കളൊക്കെ വേണം, ആ വസ്തുക്കളൊക്കെ കൊടുക്കുന്നു, അതിന്റെ വില കൊടുക്കുന്നു, ബാക്കിയും കൊടുക്കുന്നു എന്നതല്ലാതെ ഒരൊറ്റ കുട്ടിയും ഒരു സംസാരിക്കുന്ന അവസ്ഥയുമില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒറ്റക്ക് കാണാൻ വേണ്ടി പലപ്പോഴും കഅബ് റളിയല്ലാഹു അൻഹു ശ്രമിച്ചു. ഒറ്റക്ക് കാണാനുള്ള നേരം വന്നപ്പോൾ ഒരു ദിവസം ഒറ്റക്ക് കണ്ടു നോക്കി. പള്ളിയിൽ തങ്ങൾ ഒറ്റക്കിരിക്കുന്നുണ്ട്, ആരുമില്ല. ഇതൊരു ചാൻസ് ആണെന്ന് കരുതിയിട്ട് പോയി നോക്കി. പക്ഷേ സലാം മടക്കുന്നില്ല. അള്ളാഹുവിന്റെ നിർദ്ദേശം വരണം. അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നെങ്കിലേ ഇനി സലാം മടക്കുന്ന അവസ്ഥയുള്ളൂ, സംസാരിക്കുന്ന അവസ്ഥയുള്ളൂ. പരിശുദ്ധമായ ദീനിന്റെ പ്രവർത്തനത്തോട് ഒരു ചെറിയ ബഹിഷ്കരണം അവരെ ഭാഗത്തു നിന്നുണ്ടായപ്പോ, അതിന് തക്കതായ കാരണങ്ങളും ഇല്ലാതിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ബഹിഷ്കരണത്തിന്റെ നിലപാട് സ്വീകരിച്ചെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ തിരുത്തുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ദീനിനെ ഉള്ളത് മുഴുവനും മൂടിവെക്കുന്ന ആളുകൾ, മഹാന്മാര് പഠിപ്പിച്ച മേഖലയിൽ നിന്ന് മാറ്റി തിരുത്തുന്ന ആളുകൾ, അവരെത്ര അപകടകാരികളാണ്, അവരെത്രമാത്രം വലിയ അക്രമികളാ സഹോദരങ്ങളെ. പരിശുദ്ധ ദീനിൽ മഹാന്മാര് പഠിപ്പിച്ചത് മാറ്റം വരുത്തിയിട്ട് സ്വന്തം തീരുമാനം പോലെ ദീന് നടത്തണമെന്ന് ചിന്തിക്കുന്നവർ എത്ര ഹതഭാഗ്യരാണ്. ലോകത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ, പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിലും മദീന മുനവ്വറയിലും ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലം തൊട്ട് ഇന്ന് വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും നിർവഹിക്കപ്പെടുന്ന ഖുതുബ അറബി ഭാഷയിലാണ്. ഇന്നും അങ്ങനെയല്ലേ? എല്ലാ ഭാഷക്കാരും ഒരുമിച്ച് കൂടുന്നതല്ലേ പരിശുദ്ധമായ ഹജ്ജിന്? അപ്പൊ ഒരു 4 വെള്ളിയാഴ്ച ഏതായാലും മക്കത്ത് കിട്ടുകയാണെങ്കിൽ, 3 വെള്ളിയാഴ്ച കിട്ടുകയാണെങ്കിൽ, എന്നാ പിന്നെ ഭാഷകളിൽ ബഹുഭൂരിഭാഗമുള്ള ആൾക്കാരെ ഭാഷ നോക്കിയിട്ട് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഖത്തീബിനൊന്ന് മാറ്റിക്കൊണ്ടു. അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഖുതുബ അറബിയിൽ, 5 മിനിറ്റ് പാർസിയിൽ, 5 മിനിറ്റ് ഉറുദുവിൽ, 5 മിനിറ്റ് ഇംഗ്ലീഷിൽ. ഒക്കെ സമ്പന്നരല്ലേ ആൾക്കാർ, വിദ്യാസമ്പന്നരല്ലേ, അല്ലെ? പ്രയാസം അറബിയിലല്ലേ ഖുതുബ നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ സ്വഹാബത്ത് വന്ന് പള്ളി നിർമ്മിച്ചപ്പോ ആ പള്ളിയിൽ അന്നു മുതൽ ഇന്ന് വരെ അറബിയിലാണ് ഖുതുബ. അത് മാറ്റിയത് വിദേഹത്തുകാരല്ലേ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലം തൊട്ട് തന്നെ രണ്ടാമത്തെ ഒരു വാങ്ക് വിളിക്കും ജുമുഅക്ക്. അത് ഒന്നാക്കിയതാരാ? ഒന്ന് മതിയും തീരുമാനം പറഞ്ഞ് തിരുത്തിച്ചതാരാ സഹോദരങ്ങളെ? സ്വഹാബത്ത് നടപ്പിലാക്കിയ വിഷയങ്ങൾ എത്രയാ തിരുത്തിയത്, എത്രയാ മാറ്റിയത്? 1ഉം 2ഉം 10ഉം 20ഉമല്ല. ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങളോട് ഞാൻ ഈ ചരിത്രം പറഞ്ഞ് നിർത്തല്ല. നല്ല പൈസക്കാരായ ആൾക്കാരെ വീട്ടിൽ നിന്ന് കല്യാണാന്വേഷണം വരുമ്പോഴേ അത് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ അങ്ങോട്ട് കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് കെട്ടിച്ചു വിടരുത്. ഈമാൻ അങ്ങോട്ട് പോകും മക്കളെ. ഒരു സുന്നിയത്തായ പെണ്ണിന് മുബ്തദി കുഫൂക്കോ 10 കാര്യങ്ങളുണ്ട്. ഖിസാലുൽ കഫാഅ, അത് അതിന്റെ ഒരു വിഷയങ്ങൾ വേറെ വെക്കാം, അപ്പൊ പറഞ്ഞുതരാം.
കുഫു വെക്കുന്ന കാര്യങ്ങൾ 10 ഉണ്ട്. ആ 10 നോക്കണം. പെണ്ണിനെ കെട്ടിക്കുമ്പോ, മോളെ കെട്ടിക്കുമ്പോ, പെങ്ങളെ കെട്ടിക്കുമ്പോഴൊക്കെ ആ 10 മഹാന്മാര് എണ്ണി ഒരു സുന്നീയത്തായ പെണ്ണിനെ ഒരു മുബത്തദി കുഫു വെക്കൂല, യോജിക്കൂല. പക്ഷെ നമ്മളെ അഭിപ്രായം എന്താണെന്നറിയോ? നമ്മളെ ആൾക്കാരെന്താ പറയുന്നത്? അത് ഇങ്ങോട്ട് കൊണ്ടുവരാണ്, ഇത് അങ്ങോട്ട് കൊണ്ടുപോകാണ്, ഒക്കെ കണക്കാ. അതിന്റെ പിന്നിലുള്ള നോട്ട് അവിടെയല്ല. നോട്ട് എവിടെയാ? പൈസ വേണമെങ്കിൽ ഈ പഞ്ചായത്ത് മൊത്തമുള്ള ആൾക്കാർക്ക് ചെലവ് കൊടുത്താലും തീരാത്ത അത്ര ഉണ്ട്. സുഖമായിട്ട് ജീവിച്ചൂടെ? അതൊക്കെ പിന്നെ തിരുത്താൻ പറയാൻ പോലെ വിശ്വാസം തിരുത്തോ? കബിൽത്തു എന്നൊക്കെ പറഞ്ഞോട്ടെ, പിന്നെ തിരുത്തോ? പിന്നെ ആളെ കയ്യിലായി പോയില്ലേ? ഇനി എന്ത് ചെയ്യാനാ? ഇനി അയാള് പറയും പോലെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവള് പറയും പോലെ കാര്യങ്ങൾ. അങ്ങനെ കൊടുക്കുന്ന എത്ര ആൾക്കാരുണ്ട്? മുമ്പ് ഞാൻ നിന്നോടത്തൊരാളുടെ എല്ലാ സ്വലാത്തിനും നേർച്ചക്കൊക്കെ വരും. പക്ഷെ ഭക്ഷണം അവിടെ കഴിച്ചിട്ടേ പുരക്കുള്ളൂ. ഒരൊറ്റ പൊതി പുരേ കൊണ്ടുപോകില്ല. എന്തേ കാരണം? ഒരു പൊതി കൊണ്ടുപോയ അനുഭവം ഉണ്ടായതുകൊണ്ട് പിന്നെ കൊണ്ടുപോകില്ല. ആ പൊതി നേരെ പാടത്തേക്കാണ് വലിച്ചെറിഞ്ഞ്, ചളിയുള്ള പാടത്തേക്ക്. നേർച്ചോറിന്റെ പൊതി. അന്ന് കുടുംബം എന്തേ പറഞ്ഞത്? നമ്മളൊക്കെ സുന്നികളല്ലേ, ഇങ്ങോട്ട് കൊണ്ടുവരല്ലേ? ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ ചക്കിലിട്ട് കണ്ട് ആട്ടിയിട്ട് മാറ്റാൻ കഴിയോ? ഈ ഉള്ളിൽ കയറി കൂടിയ ഈ കലക്ക് വെള്ളം, ഈ മലിനജലം മാറ്റിയെടുക്കാൻ കഴിയോ സഹോദരങ്ങളെ? പെട്ടെന്ന് വീട്ടിൽ വന്ന് ചെലവ് കൊടുക്കുമ്പോഴേക്കിന് മാറുന്നുണ്ടോ? ഇല്ല. പിന്നെ അയാളും കുടുങ്ങിയില്ലേ? ആ പറയുന്ന പോലെ ആള് നീങ്ങണ്ടേ? അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവും അവിടെ. അതുകൊണ്ട് ഇപ്പോഴും ദിക്റും ദുആ ഒക്കെ കഴിഞ്ഞാലും ഭക്ഷണം അവിടുന്ന് കഴിച്ചാൽ നമുക്ക് കിട്ടി എന്നൊക്കെ കഴിച്ചപ്പോൾ എത്രമാത്രം രൂക്ഷതയാണ്. എല്ലാരും മൗലിദിലും മുപ്പരുണ്ടാകും. ആൾക്കാർ പറയും നിങ്ങളുടെ വീട്ടില് മൗലിദല്ലല്ലേ? അതിന് ജവാബുണ്ടാവില്ല. ആ വീട്ടില് മൗലിദ് നടക്കൂല, ആ വീട്ടില് യാസീൻ നടക്കൂല, ദുആ നടക്കൂല. പോകട്ടെ, ഒരു സ്വലാത്ത് കുടുംബങ്ങളൊക്കെ കൂടിയിട്ട് ഒരു സ്വലാത്ത് 100 ചൊല്ലി നടക്കുവോ? നടക്കില്ല. വേണ്ട, അസ്മാഉൽ ഹുസ്ന ചൊല്ലി എല്ലാവരും കൂടിയിട്ട് നടക്കുവോ? നടക്കൂല. ഇനി ആ കുടുംബത്തിൽ ഏതെങ്കിലും നല്ല പവറുള്ള ഒരു സുന്നിയായ മനുഷ്യനാണ് മരണപ്പെടുന്നതെങ്കിൽ തന്നെ കുറച്ചൊന്ന് പിരിമുറുക്കം നടത്തുന്ന ആൾക്കാർ പറയും നമ്മള് ഖുർആൻ ഓതാണ് മയ്യത്തിന് നല്ല കൂലിട്ടുന്നല്ലേ. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് ഖുർആൻ ഓത. 1 മണിക്കൂർ 2 മണിക്കൂർ ഓതാ. എന്താ അർത്ഥം? ഖുർആൻ ഓതാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. പിന്നാലെ വരുന്ന തഹ്ലീലും സ്വലാത്തും മൗലിദും ഒന്നും നടക്കരുത്. ഈ ഖുർആൻ ഓതിയിട്ട് ആ സമയത്തോട് അങ്ങനെ നീക്കിയിട്ട് അത് അങ്ങനെ നിർത്തണം. അതാണ് അതിന്റെ പിന്നിലെ തത്വം. അതിനിങ്ങനെ പറയാം, ഖുർആൻ ഓതലല്ലേ അഫ്ളൽ. പിന്നെ റുക്കൂലും ഖുർആൻ ഓതിയാ പോലെ, ഇതിനെ തസ്ബീഹാക്കി സുജൂദിലും ആക്കിയാ പോലെ. ഖുർആൻ എല്ലാവർക്കും ഓതിയാ പോലെ. അത്തഹിയ്യാത്തുൽ ഖുർആൻ ഓതിയാ പോലെ. ഓരോ സ്ഥലത്തും ഓരോ സംവിധാനം ഉണ്ട്, ഓരോന്നുണ്ട്. തഹ്ലീൽ ചൊല്ലേണ്ടത് തഹ്ലീൽ ചൊല്ലണം. അതും ഇവർക്ക് സഹിക്കൂല. അവിടെ ആ മയ്യത്തിന് വേണ്ടി ഒന്ന് ദ്വാരക്ക, അത് സഹിക്കൂല. അതിനാണ് ആദ്യം എങ്ങനെ പറഞ്ഞത്, മൗലിദൊക്കെ നമുക്ക് പിന്നെ ചെല്ലാം, ഖുർആൻ ഉണ്ടോ? ഓരോരുത്തരും ഓരോ ജുസ് ഉണ്ടോ? അപ്പോഴേക്ക് സമയം കഴിയല്ലോ. അങ്ങനെ പതുക്കെ ആ മൗലിദ് ഒരിക്കൽ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെട്ടില്ല. അതിനുള്ള തത്വം. അതുകൊണ്ട് യാതൊരു തഅല്ലുഖും പാടില്ല, ബന്ധവും പാടില്ല. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഏറ്റ പരീക്ഷണം ചെറിയ പരീക്ഷണമല്ല. മഹാനവർകൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശപ്രകാരം തൗബ ചെയ്യുന്നു. ഇസ്തിഗ്ഫാർ തന്നെ, കരച്ചിലുള്ള ഇസ്തിഗ്ഫാർ. അവരെ തൗബന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തൗബ നൽകുമാറാകട്ടെ. സ്വഹാബിമാരാണ് അവര്, ലോകത്തെ ഏറ്റവും വലിയ മഹാന്മാരാണ്. ഈ 3 മഹാന്മാരും സദാസമയത്തും ഇസ്തിഗ്ഫാറിലും തൗബയിലുമാണ്. അങ്ങനെ ഒറ്റക്ക് നടക്കുമ്പോഴാണ് യുവാവായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വലിയൊരു ഈമാനിക പരീക്ഷണം വരുന്നത്. അവിടെയാണ് എന്റെ വിഷയത്തിന്റെ മർമ്മം. നിങ്ങൾ മാറിപ്പോകരുത്. നമ്മൾ ഈമാനോടുകൂടെ നടക്കുമ്പോ വലിയ പരീക്ഷണങ്ങൾ വരും. പക്ഷേ പതറിപ്പോകാൻ പാടില്ല. ഒരു മോഹം പോലും അപ്പുറത്തേക്ക് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകാൻ പാടില്ല. ദുനിയാവ് ധാരാളമുള്ള ആളുകളെ കാണും. അവർക്കാണെങ്കിൽ ലേശ ഈമാനും ഇസ്ലാം ഉണ്ടാകൂല. അപ്പൊ അങ്ങനെ ചിന്തിച്ചു പോകരുത്, എത്ര നല്ല ജീവിതാണല്ലോ കൊടുത്തത്,
ഞമ്മക്ക് എത്ര കഷ്ടപ്പാടാതെന്ന് ചിന്തിച്ചു പോകരുത്. അള്ളാഹു തന്ന നിഅമത്താകുന്ന ഈമാനിന്റെ വിലയും മൂല്യവും അത് കണക്കാക്കാൻ കഴിയുന്നൊരു സംഗതിയല്ല. ലോകത്തതിനോട് ഒക്കുന്ന ഒരു സംഗതിയും ഇല്ല. കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ചോദിച്ചൊരാൾ വരുന്നു. മദീന മാർക്കറ്റിൽ, സൂഖിൽ ഒരാൾ വന്ന് ചോദിക്കുന്നു, ആരാണ് ഈ കഅബ് ഇബ്നു മാലിക്, ആരാണ് ഈ കഅബ് ഇബ്നു മാലിക്? അപ്പൊ സ്വഹാബിമാര് മുഴുവനും ചൂണ്ടിക്കാട്ടുന്നു, എന്നിലേക്ക് ചൂണ്ടിക്കാട്ടുന്നു. കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ അന്വേഷിക്കുന്ന ആൾ എന്റെ അടുത്ത് വന്നു, ഒരു കത്ത് എന്റെ കയ്യിൽ തന്നു. ആ കത്ത് ഞാൻ തുറന്ന് വായിച്ചു നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിക്കാത്ത ഒരു രാജാവിന്റെ കത്താണത്. എന്താണ് ആ കത്തിലുള്ളത്? നിന്റെ നേതാവ് ബഹിഷ്കരിച്ചു എന്നുള്ള വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീ ആ നാടും വിട്ട് ഇങ്ങോട്ട് പോന്നേക്കണം. എല്ലാ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഞാൻ നിനക്കിവിടെ ഒരുക്കിത്തരാം. യുവത്വത്തിൽ നടക്കുന്ന നല്ല യുവാവായ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മറ്റു രണ്ട് സ്വഹാബിമാരും പ്രായമുള്ളവരാണ്. നേരത്തെ പറഞ്ഞ രണ്ട് സ്വഹാബിമാര്. കഅബ് റളിയല്ലാഹു അൻഹു നല്ല രക്തത്തിളപ്പാർന്ന സ്വഭാവമാണ്, സമയമാണ്. മഹാനുഭാവൻ നോക്കുന്നു കത്തിലേക്ക്. സുബ്ഹാനല്ലാഹ്, മലിക് ഗസ്സാൻ രാജാവിന്റെ കത്താണത്. ഗസ്സാൻ രാജാവ് എഴുതിയിരിക്കുന്നത് മദീന വിട്ട് വരാനാണ്. വിശ്വാസം ബഹിഷ്കരിച്ചുകൊണ്ട് രാജാവിന്റെ അടുത്തേക്ക് ചെല്ലാൻ കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആ കത്തങ്ങനെ ചുരുട്ടിയിട്ട് അത് അടുപ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് മഹാനവർകൾ പറഞ്ഞു, ഹാദാ അയ്ളം മിനൽ ബലാ, ഇത് മറ്റൊരു പരീക്ഷണം കൂടിയാണ്, ഞാൻ തരണം ചെയ്യേണ്ട വേറൊരു പരീക്ഷണം. മദീന വിട്ട് ഞാൻ പോവുകയോ, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒഴിവാക്കി ഞാൻ മറ്റൊരിടത്തേക്ക് പോവുകയോ? ഉമ്മമാരെ, രാജാവിന്റെ അടുത്ത് പണമുണ്ട്, രാജാവിന്റെ അടുത്ത് സ്വാധീനമുണ്ട്, ജീവിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ രാജാവിന്റെ അടുത്ത് ഇല്ലാത്ത ഒന്നുണ്ട്. എന്താണത്? ഈമാനാണ്. രാജാവിന് ഈമാൻ തരാൻ കഴിയോ? ഈമാൻ കിട്ടാനുള്ള കാരണം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. തങ്ങളെ വിട്ടിട്ട്, മദീന വിട്ടിട്ട് ഞാൻ ആ രാജാവിന്റെ സ്വത്തും കണ്ട് സൗകര്യവും കണ്ട് പോവുകയോ? ഇവിടെയാ നമ്മൾ ചിന്തിക്കേണ്ടത്. മുഅ്മിനായി ജീവിക്കുന്ന ഘട്ടത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ സ്വന്തത്തിലും കുടുംബത്തിലും ഒക്കെ വരും. പക്ഷേ ഈമാനോടെ സഹിക്കുകയും തരണം ചെയ്യുകയും വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷമയോടെ നിറവേറ്റുകയും വേണം. ഒരിക്കലും ചിന്തിക്കരുത് അയാളെ നോക്കിയിട്ട്, മറ്റൊരാളെ നോക്കിയിട്ട്, സുബ്ഹാനല്ലാഹ്, അയാൾക്ക് എത്ര വലിയ ആരോഗ്യമാണ് അല്ലാഹ് കൊടുത്തത്, അയാൾക്ക് ഈമാനുമില്ല, ഇഖ്ലാസുമില്ല, ഒന്നുമില്ല, എത്ര വലിയ ആയുസാണ് അല്ലാഹ് കൊടുത്തത്, ചിന്തിച്ചു പോകരുത്. അല്ലാഹു തആല അദ്ദേഹത്തിന് എത്ര ആയുസ് കൊടുത്താലും എത്ര പണം കൊടുത്താലും അവർക്കൊന്നും കൊടുക്കാത്ത ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഏറ്റവും വലിയ നിഅമത്താകുന്ന ഈമാനാണ്. ഈമാനിൽ നിന്ന് അളവ് മാറിപ്പോകരുത്. ലോകത്തെ ഏറ്റവും വലിയ ആഗ്രഹം, അനുഗ്രഹം അതാണ്. നിങ്ങൾ കണ്ടില്ലേ, ഫലസ്തീനിലെ ഹൃദയഭേദകമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോ ഏറ്റവും കൂടുതൽ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന, മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. തലഭാഗം പൊട്ടിപ്പൊളിഞ്ഞ് നല്ല ചുവന്നു തുടുത്ത കവിളിലൂടെ രക്തമിങ്ങനെ ചാലിട്ടൊഴുകിക്കൊണ്ടിരിക്കുമ്പോ കാതും കാതിന്റെ പരിസരങ്ങൾ മുഴുവനും കെട്ടിവെച്ചിട്ട് ഒരു ചെറിയ കുഞ്ഞുമോനോട് സ്വന്തം ചേട്ടൻ, ആ കുട്ടിക്കും ചെറിയ പ്രായമേ ഉള്ളൂ, കുഞ്ഞിളം പ്രായത്തിൽ മരണപ്പെടുന്ന സ്വന്തം അനുജനെ നോക്കിയിട്ട് മോനെ ചൊല്ലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, കാതോരം ചൊല്ലിക്കൊടുക്കുന്നത്. എന്റെ അനുജന് ഇത്രയും വലിയ പരിക്കേറ്റു പോയല്ലോ എന്നുള്ള ചിന്തയല്ല. അതേ സമയം എന്റെ കൊച്ചനുജൻ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുകയാണ്. ശരീരം മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ് രക്തം ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. തലയോട്ടിയിലൂടെ രക്തം വന്നിട്ട് തലഭാഗം കെട്ടിപ്പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല തുടിക്കുന്ന കവിൾത്തലങ്ങളിലൂടെ രക്തത്തിന്റെ തുള്ളികൾ ഉറ്റി വീഴുന്നുണ്ട്. കാതോരം ചേർത്ത് നിന്നിട്ട് കൊച്ചനുജനോട് ചേട്ടൻ പറയുന്നത്, ചെറിയ പ്രായമുള്ള, പ്രായപൂർത്തിയെത്താത്ത ചേട്ടൻ പറയുന്നത്, ദുനിയാവിൽ നിന്ന് വിട വാങ്ങുമ്പോ
സ്വന്തം ചോരയിൽ സ്വന്തം രക്തത്തിന്റെ ഭാഗമായ സ്വന്തം സഹോദരന് അനുഭവിക്കുന്ന വിഷമങ്ങൾ കണ്ട് പരിതപിക്കുന്നതിന് പകരം സന്തോഷത്തോടെ ചൊല്ലിക്കൊടുക്കുന്നു കാതോരം. ഉറക്കെ ചൊല്ലുമോനെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. കലിമയാണ് അവർ ആഗ്രഹിക്കുന്നത്. നാട് വിട്ടുപോവുകയാണ്, ദുനിയാവ് വിട്ട് യാത്രയാവുകയാണ്. എല്ലാവരും യാത്രയാകേണ്ടവരാണ്. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരട്ടെ. അതുകൊണ്ടാണ് രാജാധികാരം കിട്ടിയിട്ടും സ്വപ്നവ്യാഖ്യാനത്തിന്റെ ഇൽമ അല്ലാഹു നൽകിയിട്ടും രാജാവ് ആദ്യം സ്വന്തം കൊട്ടാരത്തില് സാമ്പത്തിക വകുപ്പ് ഏൽപ്പിച്ചിട്ട് അത് മാറിയിട്ട് പിന്നെ പൂർണ്ണാധികാരം കൊടുത്തിട്ടും ബാപ്പയും ഉമ്മയും അടങ്ങുന്ന കുടുംബങ്ങൾ സഹോദരങ്ങളൊക്കെ കൊട്ടാരത്തിയിട്ട് സുഖവാസത്തിലൂടെ കഴിയുമ്പോഴും ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം ഈ സുഖങ്ങളൊക്കെ കിട്ടിയാലും എനിക്ക് മതിയായിട്ടില്ല, എനിക്ക് വേണ്ടത് തവഫനി മുസ്ലിമാ. ദുനിയാവിൽ ഇതൊക്കെ അല്ലാഹുവേ നീ എനിക്ക് തന്നില്ലേ, എത്രമാത്രം വലിയ സൗകര്യങ്ങളാണ് നീ എനിക്ക് തന്നത്. എന്റെ കുട്ടിക്കാലത്ത് ചെറിയ പ്രായത്തില് എന്റെ ജേട്ടന്മാരെന്റെ ഉപ്പയിൽ നിന്ന് അടുത്തെടുത്തിട്ട് കിണറ്റിലേക്ക് എന്നെ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ടും പിന്നെ അതിനുശേഷം കാരാഗ്രഹത്തിൽ ഞാൻ താമസിച്ചിട്ടും കൊട്ടാര ജീവിതം നേരത്തെ നയിച്ചിട്ടും 19 വർഷത്തോളം എന്റെ ഉപ്പയെ കാണാതെ ഉമ്മയെ കാണാതെ ഞാൻ കഴിഞ്ഞിട്ടും ഈ വിധ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ നീ എനിക്ക് തന്നല്ലോ. പക്ഷേ എനിക്കതുകൊണ്ടൊന്നും മതിയായിട്ടില്ല. എനിക്ക് വേണ്ടത് തവഫനി മുസ്ലിമാ. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. മുസ്ലിമായി മരിക്കണം, ഈമാനോടെ മരിക്കണം. ഈമാനോടെ കലിമ ചൊല്ലി മരിച്ചാൽ എന്തൊരു ചൊങ്കും ചൊറുക്കാന്ന് അറിയുമോ? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ദുനിയാവിൽ തങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യം, തങ്ങളെ ഏറ്റവും സന്തോഷിച്ച ഒരു നിമിഷം, തങ്ങൾക്ക് കിട്ടണമെന്ന് തങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് സന്തോഷിച്ച ഒരു സന്ദർഭം, അബൂ ത്വാലിബിന് മരണം ആസന്നമായപ്പോ സ്വന്തം മൂത്താപ്പ 40 ചില്ലാനം വർഷം ബാപ്പയെ പോലെ പ്രൊട്ടക്ഷൻ ചെയ്ത് തന്നെ വളർത്തിയ തന്റെ മൂത്താപ്പ ഒരൊറ്റ കുട്ടിയെയും തൊടാനയക്കാതെ സംരക്ഷണം കൊടുത്ത ആളാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബ് നൽകിയത് ചില്ലറ സംരക്ഷണമൊന്നുമല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നന്നായി അനുഭവിച്ചിട്ടുണ്ട്. അബൂ ത്വാലിബുള്ള കാലത്ത് ശത്രുക്കൾ രൂക്ഷമായിട്ട് തങ്ങളോട് പറഞ്ഞു, അബൂ ത്വാലിബിനോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങളെ സഹോദരപുത്രനെ അടക്കിയിരുത്തണം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരണം, അല്ലെങ്കിൽ നേരത്തെ പ്രബോധനം ചെയ്തതുപോലെ രഹസ്യമായി പ്രബോധനം ചെയ്യാൻ പറഞ്ഞുകൊള്ളണം. അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് സാരോപദേശം നൽകിയപ്പോ തങ്ങൾ പറഞ്ഞു, എന്നെ ഈ ഡ്യൂട്ടി ഏൽപ്പിച്ചത് പരസ്യമായിട്ട് ജനങ്ങളോട് പറയാൻ ഏൽപ്പിച്ചത് അല്ലാഹുവാണ്. എനിക്ക് സംരക്ഷണം നൽകുന്നതിൽ നിങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ നിങ്ങളെ സംരക്ഷണം നിങ്ങൾ തിരിച്ചെടുത്തു. എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ അങ്ങനെ പ്രബോധനം ചെയ്തു. അങ്ങനെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങിയപ്പോൾ അബൂ ത്വാലിബിന് തോന്നി, പടച്ചോനെ ഇതൊരു പണക്കായി പോകുമോ. തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, ധൈര്യമായിട്ട് നിങ്ങൾ പ്രബോധനം ചെയ്തു, ആരും നിങ്ങളെ തൊടൂല. വല്ലാഹി ലൻ യസിലു ഇലൈക ബിയസ്രിഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീനാ. ഒരൊറ്റ കുട്ടിയും നിങ്ങളെ തൊടാൻ വരൂല. എന്റെ തല മണ്ണിൽ വെക്കുന്ന കാലം വരെ നിങ്ങൾ ആരെങ്കിലും ആക്രമിക്കാനോ എതിർക്കാനോ വരില്ല. എല്ലാ സംരക്ഷണവും ഞാൻ തരും. എല്ലാ സംരക്ഷണങ്ങളും കിട്ടിയ സ്വന്തം മൂത്താപ്പയിൽ നിന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത് അനന്തര സ്വത്തല്ല, മൂത്താപ്പ താമസിച്ച വീടല്ല, മൂത്താപ്പ ഉപയോഗിച്ച വസ്തുക്കളല്ല. അവസാനം മൂത്താപ്പയോട് പറയുന്നത്, യാ അമ്മി ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്റെ മൂത്താപ്പ ഒന്ന് കലിമ ചൊല്ലൂ, ഞാനൊന്ന് കേൾക്കട്ടെ. കലിമത്തൻ നുഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്. നാളെ അല്ലാഹു
അള്ളാഹുവിന്റെ സവിധത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്ഷി പറയുന്ന ഒരു വാക്കാണത്. നിങ്ങളൊരു കലിമ ചൊല്ലിയാൽ കോടിക്കണക്കിന് ജനങ്ങൾക്ക് മുന്നിൽ വെച്ച് ഞാൻ അങ്ങ് പറഞ്ഞേക്കും, എന്റെ മൂത്താപ്പ മുവഹിദാണ്, നിന്നെ യഥാർത്ഥത്തിൽ വിശ്വസിച്ച് പ്രഖ്യാപിച്ച ആളാണ്, ഞാൻ അതിന് സാക്ഷി പറയും മൂത്താപ്പ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലൂ. അതാണ് ഏറ്റവും തങ്ങൾ അബൂ ത്വാലിബിൽ നിന്ന് ആഗ്രഹിച്ചത്. ഈ വിഷയം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അതിന് മറുപടി പറയാൻ വേണ്ടി അബൂ ത്വാലിബ് ഒരുങ്ങി പുറപ്പെടുമ്പോഴേക്ക് അബൂജഹലും കൂട്ടരും അവിടേക്ക് കടന്നു വന്നു. അവര് വന്നിട്ട് അബൂ ത്വാലിബിനെ സംസാരത്തിന്റെ ശൈലി മാറ്റി. അബൂ ത്വാലിബിനോട് ചോദിച്ചു, പിതാക്കന്മാരുടെ വഴിയിൽ നിന്ന് നിങ്ങൾ വേറെ വല്ലതും ആഗ്രഹിക്കുന്നുണ്ടോ? ആ വഴി വിട്ട് നിങ്ങൾ പോവുകയാണോ? അവസാനം വെച്ച് നിങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണോ? തുരുതുരാ ചോദ്യം ചോദിച്ചു. തങ്ങൾ ഉദ്ദേശിച്ച ആഗ്രഹത്തിന് മറുപടി പറയാൻ അബൂ ത്വാലിബിനെ സമ്മതിച്ചില്ല. അബൂ ത്വാലിബ് അങ്ങനെ അങ്ങ് വിടവാങ്ങുകയാണ്. പക്ഷേ അബൂ ത്വാലിബിന്റെ മനസ്സിൽ നിറഞ്ഞ ഈമാനുണ്ട്. സഹോദരങ്ങളെ, നാവുകൊണ്ട് ആ കലിമൊന്ന് ചൊല്ലാതെ അതിനിങ്ങനെ ഒരു വിസമ്മതം കാണിച്ചപ്പോ അബൂ ത്വാലിബിന് അല്ലാഹു കൊടുക്കുന്നത് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയാണ്. ഈമാനിൽ നിന്ന് പിന്തിരിഞ്ഞു പോകരുത്. പിന്തിരിയണമെന്നൊരു സെക്കൻഡ് പോലും മനസ്സിൽ ചിന്തിച്ചു പോകരുത്. അല്ലാഹു നമ്മുടെ മനസ്സിൽ ഈമാൻ ഉറപ്പിച്ചു നിർത്തി തരട്ടെ. എന്ത് വിഷമാവസ്ഥ വന്നാലും, എന്ത് സന്തോഷാവസ്ഥ വന്നാലും, എത്ര സൗകര്യങ്ങളും സംവിധാനങ്ങളും വർദ്ധിച്ചാലും ഈമാനോടുകൂടെ ജീവിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അബൂ ത്വാലിബിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രതീക്ഷിച്ചെങ്കിലും അബൂ ത്വാലിബ് അത് ചൊല്ലിയിട്ടില്ല എന്നാണ് തങ്ങൾ പറഞ്ഞത്. പക്ഷേ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, നബിയെ, അബൂ ത്വാലിബ് അങ്ങനെ ചൊല്ലിയിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടിട്ടില്ല. അബൂ ത്വാലിബ് അങ്ങനെ പതുക്കെ ചൊല്ലിയിട്ടുണ്ട് എന്ന് അബ്ബാസ് എന്നവർ പറഞ്ഞു. അടുത്ത അബ്ബാസ് എന്നവരുണ്ടായിരുന്നു, ഞാനത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ വാക്ക് കേട്ടിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് ഞാൻ കേട്ടില്ല എന്ന് കേൾക്കാനേ തങ്ങൾ ആഗ്രഹിച്ചത്. അബൂ ത്വാലിബിൽ നിന്ന് ഒരു പ്രഖ്യാപനം. അതേ സമയത്ത് അബൂ ത്വാലിബിന്റെ മനസ്സ് നിറയെ ഇതാണ് സത്യമായ ദീനെന്നും ഇതാണ് ശരിയായ ദീനെന്നും ശരിക്കറിയാം. അങ്ങനെ ജനങ്ങളോടും കൽപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാൻ വഇതാഇ ദിൽ ഖുർബാ വയൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകരി വൽ ബഗി എന്ന ആയത്ത് അബൂ ത്വാലിബ് കേട്ടപ്പോൾ അബൂ ത്വാലിബ് ജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, ആമിനൂ ബില്ലദീ ജാഅ ബിഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീൻ നിങ്ങൾ വിശ്വസിച്ചോളൂ, അതാണ് നല്ല ദീൻ. ഫഇന്നഹു യഅ്മുറു ബിമകാരിമിൽ അഖ്ലാഖ്, ഏറ്റവും നല്ല സ്വഭാവങ്ങളെ കൊണ്ട് കൽപ്പിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അത് നിങ്ങൾ വിശ്വസിച്ചോളൂ, അംഗീകരിച്ചോളൂ എന്ന് ജനങ്ങളെ വിളിച്ചു. പലപ്പോഴും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് വ്യക്തമായിട്ട് ഒരു ഷഹാദത്ത്, അതിന് വലിയ മൂല്യമുണ്ട്. ഒരു കലിമ ചൊല്ലിയിട്ട് ഒരാൾ മരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ അയാൾ ഭാഗ്യവാനല്ലേ. ദുനിയാവിലെ അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി കഴിഞ്ഞാൽ എത്ര വലിയ ഭാഗ്യമാണ്. അവസാന നേരം സന്തോഷമായി കിട്ടാനല്ലേ നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ദിവസത്തിൽ മരിക്കണമെന്ന് ആഗ്രഹിച്ച് പനി പിടിച്ചിങ്ങനെ കിടക്കുന്നു ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ്. വഫാത്താകുന്നതിന്റെ 15 ദിവസം മുമ്പ് പനി ബാധിച്ചു. ഒരു ചെറിയ മഴ കൊണ്ടപ്പോ പനി തുടക്കണ്ടായി. മഴ കൊള്ളാൻ പോകണ്ട, മഴ കൊണ്ടപ്പോ പനി വന്നു. ആ പനി അങ്ങനെ നീണ്ടുപോയി ഒരു 10-15 ദിവസം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയ പനി ബാധിക്കുമ്പോഴേക്ക് മരണത്തെ ഓർക്കുന്ന വലിയ മഹാനാണ്. ഒരു ചെറിയ അസുഖം വന്നാൽ നമ്മൾ ആ അസുഖത്തിൽ നിന്ന് മാറും, രക്ഷപ്പെടും എന്നാണ് നമ്മൾ ഒരു ഭാഗം പ്രതീക്ഷിക്കുന്നത്. ഇത് അല്ലാഹു തആല എനിക്ക് തന്നൊരു സിഗ്നലാണെങ്കിൽ എന്തെങ്കിലും ഒരുക്കാനുണ്ടെങ്കിലൊക്കെ ഒന്ന് ഒരുക്കട്ടെ എന്ന് ചിന്തിക്കുന്നത് വളരെ കുറവാണ്. എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ പറയട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ കുറവാണ്. എത്ര സിഗ്നൽ കിട്ടിയാലും ഞാനിപ്പോഴൊന്നും പോകാൻ ചാൻസ് ഇല്ല, സാധ്യതല്ല എന്നാണ് പലരുടെയും മനസ്സിൽ ചിന്ത വരിക. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയല്ല ചിന്തിക്കുക. മഹാനവർകൾക്ക് ചെറിയൊരു പനി ബാധിച്ചാൽ അപ്പോഴേക്ക് ചിന്തിച്ചു പോകും, പടച്ചവൻ എങ്ങനെ ഈ രോഗം മറ്റൊക്കെ വരുന്നത് അല്ലാഹു തആല തരുന്നൊരു സൂചനയാണല്ലോ എന്ന നിലക്ക് മഹാനവർകൾ ചിന്തിക്കും. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, ഒരിക്കൽ ഇന്നേതാ ദിവസം എന്ന് ചോദിച്ചു. ഇന്ന് തിങ്കളാഴ്ചയാണ്. അന്ന് തിങ്കളാഴ്ച
തിങ്കളാഴ്ച അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ഇന്ന് ഞാനും വഫാത്തായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. വഫാത്താകാൻ ഏറ്റവും നല്ല ദിവസം അതാണ്. ഇത് തിങ്കളാഴ്ചയാണ്. ആരും കണ്ണൊക്കെ നോക്കി. വഫാത്താകാൻ ഏറ്റവും നല്ല ദിവസം തിങ്കളാഴ്ചയാണ്. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ബാബു മൗത്തി യൗമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വം പറയുന്ന ബാബ് ഒരു അധ്യായം കൊണ്ടുവന്നു. അവിടെ കൊണ്ടുവന്ന ഹദീസാണ്. ലോകത്തെ ഏറ്റവും വലിയ വലിയാര തർക്കമില്ല അബൂബക്കർ സിദ്ദീഖ്. അവരെ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളവരെ കൊള്ളു. ഔലിയാക്കളിൽ ഏറ്റവും ഒന്നാമൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചത് ചെറിയൊരു ആഗ്രഹമല്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ഇന്നല്ലേ തിങ്കളാഴ്ച, തിങ്കളാഴ്ചയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്, ഇന്ന് വഫാത്താകാൻ ഞാനും ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹം പ്രകടിപ്പിച്ചു എന്നുള്ളതാ തെളിവ്. പക്ഷേ അള്ളാഹുവിന്റെ ഖളാ അങ്ങനെയല്ല സംഭവിച്ചത്. നേരെ പിറ്റേന്ന് ചൊവ്വാഴ്ച സഹോദരങ്ങളെ രാത്രിയിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായത്. ചൊവ്വാഴ്ച രാത്രിയാണ് വഫാത്തായത്. സുബ്ഹിന്റെ മുമ്പ് തന്നെ മറമാടപ്പെട്ടിട്ടുമുണ്ട്. പറഞ്ഞതുകൊണ്ട് കൂട്ടത്തിലൊരു കാര്യം പറയാം. ഇപ്പൊ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ വർദ്ധിച്ച ലോകം. പറ്റുമെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ ഒരു അസറിനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാത്രിയൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ സുബഹിന് മുമ്പ് തന്നെ മറമാടല നല്ലത്. ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് കുറെ ആൾക്കാർ ഖുർആൻ ഓതും. ഖുർആനും മയ്യത്തിന്റെ മേലേക്ക് പോകും, ഓലും പോകും, കുറച്ച് കഴിഞ്ഞ് ഉറങ്ങിയിട്ട്. അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഒരു കണക്കിന് പറഞ്ഞാൽ ഒരു വിഷമാണ്. ഇക്കടക്കുന്ന മയ്യത്തിനെ കൊണ്ടൊരാൾക്കും വിഷമം വരാൻ പാടില്ലല്ലോ. ഇനിയിപ്പോ പിറ്റേന്ന് ഒരാൾ വരാണ്ടെഴുതിയിട്ട് മൂപ്പര് ഹയാത്താവുന്നില്ലല്ലോ. വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞതാണ്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആരെങ്കിലും വരാനുണ്ടെങ്കിൽ മാത്രം കാത്തിരിക്കുക. ഇത് നാട്ടിലൊരു സ്വഭാവമാണ്. ഉച്ചക്ക് മരിച്ചു, എപ്പോഴാ മയ്യത്ത്? നാളെ 10 മണിക്ക്. എന്തിനാണിത്? അങ്ങനെ വല്ല അഫ്ളലുണ്ടോ? ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് പെട്ടെന്നാണ് മറവ് ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കി, രാത്രി വഫാത്തായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണാൻ എത്ര ആൾക്കാരുണ്ടാവും എന്ന് കണക്കൂട്ടിയാൽ. നമ്മൾ ആര് കാണാനോ? ഏതോ ഒരു 50, 20, 50, 30 ആളുണ്ടോ? ഇത് ലോകത്ത് അറിയപ്പെട്ട വലിയ മഹാനല്ലേ? മദീനയിൽ മാത്രം അറിയപ്പെട്ടത്? ഷാമില് മാത്രമാണോ അറിയപ്പെട്ടത്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറിയപ്പെട്ടിട്ടില്ലേ? ഈ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബം മക്കത്തുല്ലേ? എല്ലാരും മദീനത്തെത്തിയിട്ടുണ്ടോ? മക്കത്തുള്ളവരൊക്കെ നാളെ വന്നിട്ട് അങ്ങനെ കത്തുന്ന, നേരം വെളുക്കുന്നതിന്റെ മുമ്പ് തന്നെ മറമാടപ്പെട്ടു പോയി. ഇപ്പൊ ഖബറിന്റെ ഉള്ളിന്റെ ഉള്ളിൽ കാണുന്ന ലൈറ്റുള്ള കാലാണ്. ഖബർ കുഴിക്കാനൊന്നും ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടില്ല. സംവിധാനങ്ങളൊക്കെ അല്ലേ നല്ലത്. അതാണ് അഫ്ളല്. ഞാൻ അതിലപ്പുറം അഫ്ളല് പറയില്ല. ഏറ്റവും നല്ല അതാണ്. അതുകൊണ്ടാണ് അറേബ്യയിലൊക്കെ അസിസ്റ്റം കണ്ടില്ല, മരിച്ചാൻ കൊടുത്താൽ മതി, ഒരു പെട്ടെന്ന് മറവിയത്. മരിച്ചു കൊടുക്കേണ്ട താമസമേ ഉള്ളൂ. മരിച്ച പോലെ കയ്യിലേക്ക് കിട്ടേണ്ട താമസമേ ഉള്ളൂ. പിന്നെ വൈകിപ്പിക്കോ? പിന്നെന്താ നമ്മളെവിടെ നടക്കാത്തത്? വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ നല്ല അതാണ്. ഏതെങ്കിലുമൊക്കെ അത്രയും അത്യാവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പിന്തിക്കാന്നല്ല, പിന്തിക്കരുത് കൂടുതൽ. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടന്ന കിടത്തത്തിൽ ആഗ്രഹിച്ചത് ആ രൂപത്തിൽ മരണപ്പെടാനാണ്. ഇത്ര വലിയ മഹാനായിട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കൂ. അവരെ ആഖിബത്തിനെ കുറിച്ച് ആലോചിക്കുന്ന നല്ല ദിവസം മരിക്കാൻ, നല്ല ദിവസം മരണപ്പെടണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ ഏറ്റവും വലിയ മഹാനല്ലേ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സദാ പ്രാർത്ഥനയാണ്, വജഅൽ മൗതി ഫീ ബലദി റസൂലിക, എന്റെ മരണം നിന്റെ റസൂലിന്റെ നാട്ടിലാക്കി തരണേ അല്ലാഹ്. മക്കയിലാക്കരുത്, വേറൊരു പ്രദേശത്തുമാക്കരുത്. എന്റെ മരണം ഈ മദീനത്താക്കി തരണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയാണ്. അങ്ങനെ തന്നെയല്ലേ ഉമർ റളിയല്ലാഹു അൻഹു വഫാത്തായതും. ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടില്ലേ വഫാത്തിന്റെ തൊട്ട് തലേന്ന്?
അത് തർക്കമില്ലാത്ത രൂപത്തിൽ മലയാളത്തിൽ വരെ ചില ആളുകൾ എഴുതിപ്പോയി, ഇന്നും തിരുത്തിയിട്ടില്ല. വെള്ളപാത്രവുമായി നോമ്പ് നോറ്റിരിക്കുന്ന ഉസ്മാൻ തങ്ങളുടെ അടുത്തേക്ക് ചെന്നപ്പോ നോമ്പൊക്കെ ഞാൻ തുറന്നു, അത്തായവും ഞാൻ കഴിച്ചു. എവിടുന്നാ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടിയത്? ആരാ ഭക്ഷണം തന്നത്? ഈ വീട്ടിന്റെ മുകളിൽ കാണുന്ന പഴുതിലൂടെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ഭക്ഷണം തന്നു. നാളെ നോമ്പ് തുറക്കുന്നത് നമ്മുടെ അടുത്ത് വെച്ചാകാമെന്നും പറഞ്ഞു. അതേ നബിയേ, എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ. സന്തോഷപൂർവം അത് സ്വീകരിച്ചു പോയി. ഒരു പരിഭ്രമവുമില്ല. കാരണം അവർക്ക് നല്ല സന്തോഷത്തോടെ, നല്ല റാഹത്തോടെ, നല്ല സാഹചര്യങ്ങൾ അനുഭവിച്ച് വിടവാങ്ങിയവരാണ്. വിശുദ്ധ ഖുർആനും എടുത്തുകൊണ്ട് ഓത്തല്ലേ പിറ്റേന്ന് രാവിലെ മുതൽ ഖുർആൻ ഷരീഫ് അൽ ബഖറ മുതൽ ഓതാൻ തുടങ്ങി. ഒന്നാമത്തെ ജുസ് തീരുന്നിടത്ത് ശത്രുക്കൾ ചുളിവിലൂടെ കയറി വെട്ടിപ്പോയി. അവര് വെട്ടിയതിന്റെ ഒരു തുള്ളി രക്തം അള്ളാഹുവിന്റെ ഖുർആനിൽ പോയി വീണത് അവർക്ക് മറുപടി തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ആയത്തിന്റെ ഭാഗത്താണ്. ശത്രുക്കൾക്ക് മതിയാക്കി കൊടുക്കേണ്ടത് അള്ളാഹു കൊടുത്തുകൊള്ളും, നിങ്ങൾ ബേജാറാകേണ്ടതില്ല. അവർക്കൊക്കെ നല്ല സാഹചര്യത്തിൽ മരിക്കണമെന്ന് നേരത്തെ അവർ ആലോചിച്ചവരാണ്. അള്ളാഹു നമ്മുടെ ആഖിബത്തും നന്നാക്കി തരട്ടെ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ രൂപത്തിൽ ഈമാൻ ആഗ്രഹിച്ചതുകൊണ്ട് അത് നടക്കാതെ പോയപ്പോൾ തങ്ങളുടെ മനസ്സിലൊരു വിഷമമുണ്ടായിരുന്നു. അതേ വിഷമം തന്നെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലും ഉണ്ടായത്. ബഹുമാനപ്പെട്ട സിദ്ദീഖ് തങ്ങളുടെ സ്വന്തം ഉപ്പ മക്കം ഫത്ഹിന്റെ അന്ന് നബി തങ്ങളെ മുന്നിൽ വന്നിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോയി ഉപ്പാനെ കൂട്ടി കൊണ്ടുവന്നപ്പോ ഉപ്പാന്റെ കാഴ്ചക്ക് അല്പം മങ്ങലേറ്റിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിദ്ദീഖ് തങ്ങളോട് എന്തിനാ ഇത്രയും പ്രയാസപ്പെടുത്തി ഇങ്ങോട്ട് കണ്ണ് കാണാൻ കാഴ്ച കുറവുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നെന്തിനാ, നമ്മൾ അങ്ങോട്ട് വരൂലേ, ഉപ്പാന്റെ അടുത്തേക്ക് നമുക്ക് അങ്ങോട്ട് പോയിക്കൂടെ? സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, നടന്നാ കുറച്ച് കൂലി കിട്ടുമല്ലോ നബി, അതുകൊണ്ടാണ് കൈ പിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത്, തങ്ങളെ മുന്നിലേക്ക് എന്നെ കൊണ്ടുവന്നത്. ഷഹാദത്ത് കലിമ ചൊല്ലി സിദ്ദീഖ് തങ്ങളെ ഭാഗ്യം നോക്ക് നിങ്ങൾ. ഉമ്മയും സ്വഹാബി വനിത, ബാപ്പയും സ്വഹാബി വനിത, മകനും അങ്ങനെ തന്നെ, പേരക്കുട്ടി അങ്ങനെ, എന്തൊരു ഭാഗ്യ. പക്ഷെ ബാപ്പ ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ടും സിദ്ദീഖ് തങ്ങളെ മുഖത്തൊരു സന്തോഷം കണ്ടില്ല. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നിങ്ങൾ എന്താ സന്തോഷിക്കാത്തത്? ഇന്ന് വലിയ സന്തോഷത്തിന്റെ ഒരു ദിവസല്ലേ, മക്കം ഫത്ഹിന്റെ അന്ന് ഉപ്പ ചൊല്ലിയില്ലേ ഷഹാദത്ത് കലിമ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ മനസ്സിൽ സന്തോഷം വരേണ്ടത് ഇപ്പോഴല്ല, എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വരേണ്ട ഒരു രംഗമുണ്ടായിരുന്നു. അത് നടക്കാത്തത് കൊണ്ട് ഇപ്പോഴും എന്റെ മനസ്സിൽ അതിന്റെ വിഷമം ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൂത്താപ്പ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയെങ്കിൽ തങ്ങളെ മനസ്സിൽ എത്ര കൺകുളിർമയുണ്ടാകും. അതുകൊണ്ട് തങ്ങളെ മനസ്സിനൊരു കുളിർമ വല്ലാതെ നഷ്ടപ്പെട്ട രൂപത്തിലല്ലേ, തങ്ങളെ മനസ്സിൽ അതുകൊണ്ടൊരു കുളിർമ വരാത്തൊരു വിഷമം ഇല്ലേ? ആ ഒരു വിഷമം തന്നെ എന്റെ മനസ്സിലുമുണ്ട്. ആ ഒരു സംഗതിയാണ് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി. അത് നടക്കാത്തത് കൊണ്ട് എനിക്കും സന്തോഷമില്ല. കാരണം ഞാൻ എന്നെക്കാളും എന്റെ ഉപ്പയെക്കാളും സ്നേഹിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തോഷമാണ് എന്റെ സന്തോഷം, അവിടുത്തെ വിഷമമാണ് എന്റെ വിഷമം, അവിടുത്തെ കുളിർമയാണ് എന്റെയും കുളിർമ. അത് നടക്കാത്തത് കൊണ്ട് എനിക്കും കൺകുളിർമയില്ല. സഹോദരങ്ങളെ, കലിമ ചൊല്ലാൻ കഴിയുക എന്നുള്ളത് ചെറിയ ഭാഗ്യമല്ല, വലിയ ഭാഗ്യമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈമാനോടുകൂടെ ജീവിക്കണം. ഈമാനിന് എതിരായ സന്ദർഭങ്ങളിലേക്ക് പോകരുത്. ഈമാനിന് പുഴുക്കുത്തു ബാധിക്കുന്ന ഒരു രംഗവും ഉണ്ടാക്കരുത്. ഒരിക്കലും ഒരു മുബത്തദീനെ വെള്ളപൂശരുത്, ഒരു മുബത്തദീന് സപ്പോർട്ട് ചെയ്യരുത്, അവനുമായി സമ്പർക്കത്തിലാകരുത്, മുനാഫിഖീങ്ങളുമായി കൂട്ടുകെട്ടരുത്, ഫാസിഖീങ്ങളുമായി സാവസിക്കരുത്. അതൊക്കെ ഈമാനിന് ദോഷം ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഈമാന് ശരിയായ അർത്ഥത്തിലുണ്ടോ? ഈമാനുള്ളവർക്ക്
ഫുസൂഖ് വല്ലാത്ത വെറുപ്പാണ്. ഫിസ്കിന്റെ കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഇത്ര വെറുപ്പുള്ള ഒരു സംഗതി അവർക്ക് വേറുണ്ടാകൂല. അതുപോലെ തന്നെ ബിദ്അത്ത് അവർക്ക് വെറുപ്പാണ്, ഇസ്യാൻ അവർക്ക് വെറുപ്പാണ്, ദോഷം അവർക്ക് വെറുപ്പാണ്. ആ രീതിയിലാണ് ശരിയായ നിലയ്ക്ക് ഈമാൻ ഉറച്ചവര്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖൽബിൽ ആ തരത്തിൽ ഈമാനിന് അല്ലാഹു ഭംഗി നൽകുമാറാകട്ടെ. അവസാനം കലിമ ചൊല്ലാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കലിമ ചൊല്ലി കിട്ടിയാൽ എത്ര വലിയ ഭാഗ്യാന്നറിയോ? നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട കുറച്ച് ആളുകളെ ഒരു ഭാഗത്തേക്ക് ശത്രുക്കളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി തങ്ങൾ പറഞ്ഞയച്ചു. അങ്ങനെ പോയ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അങ്ങനെ പോയി പലരും പല ഭാഗത്തും ഇങ്ങനെ ശത്രുക്കളോട് ചെറുത്തുനിൽപ്പ് നടത്തുമ്പോ ഖാലിദ് റളിയല്ലാഹു അൻഹു മുന്നോട്ട് നിന്നപ്പോ മഹാനവറുകളുടെ കയ്യിൽ പ്രതിരോധിക്കാനുള്ള ചെറിയൊരു ആയുധമുണ്ട്. ഈ ആയുധം കണ്ടപ്പോഴേക്കന്നെ അപ്പുറത്ത് നിൽക്കുന്ന ആള് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിപ്പോയി, ഷഹാദത്ത് കലിമ ചൊല്ലിപ്പോയി. അത് ചൊല്ലലും ഖാലിദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുത്തലും ഒപ്പ മരണപ്പെട്ടു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുത്ത് വന്നിട്ട് വിഷയം പറഞ്ഞപ്പോ തങ്ങളുടെ മുഖത്തിന്റെ നിറക്ക മാറിപ്പോയി. ചോദിച്ചു, ഖാലിദേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് നാളെ നിങ്ങൾക്ക് എതിർസ്ഥാനത്തായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ആ മനുഷ്യൻ ചൊല്ലിയില്ലേ? ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എന്റെ അടിയോ മറ്റോ ഭയന്നിട്ട് ഞാൻ പ്രതിരോധിക്കുമെന്ന് ഭയന്നിട്ട് ചൊല്ലിപ്പോയതാണെന്ന് മനസ്സിലാക്കി. തങ്ങൾ വീണ്ടും ചോദിച്ചു, ഹല്ലാ ശഖഖ്ത ഖൽബഹു, ഖൽബൊന്ന് കീറി നോക്കിക്കൂടായിരുന്നില്ലേ? ഖാലിദ് റളിയല്ലാഹു അൻഹു കുറ്റക്കാരനാണെന്ന് മനസ്സിലാക്കരുത്. മഹാനവർകൾക്ക് ഇജ്തിഹാദിൽ വന്നൊരു ഖത്അ ആണ്, അതിനവർക്ക് കുറ്റമില്ല, അതിലവർക്ക് ഒരു കൂലിയാണ്. ഇനി നമ്മക്കും ഇജ്തിഹാദാന്ന് കരുതരുത് കേട്ടോ, നമ്മക്കും ഒരു ഇജ്തിഹാദിൽ ഒരു മണ്ണാങ്കട്ടിയില്ല. നമ്മൾ ജിത്യാദ് അതിന് എന്ത് യോഗ്യത ഉള്ളത്? അങ്ങനെ കുറെ ആൾക്കാർ നമ്മുടെ നാട്ടിൽ എന്റെ ജിത്യാദിൽ അങ്ങനെ കിട്ടിയത് സുഖല്ലാന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ജിത്തിഹാദിന് പ്രത്യേകം അർത്ഥതയുള്ള മഹാന്മാരാണ് സ്വഹാബിമാർ. അവരൊരു വീക്ഷണം മനസ്സിലാക്കിയപ്പോ അതിലൊരു ഖത്അ സംഭവിച്ചു. ഒരു കുറ്റക്കാരല്ല, ദോഷികളാണെന്ന് അവരെ പറ്റി പറയാൻ പാടില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കാർക്കശ്യത്തോടെ തങ്ങൾ ചോദിച്ചത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയില്ലേ? ഖാലിദ് റളിയല്ലാഹു അൻഹു കലിമത്തു തൗഹീദിന്റെ വില മനസ്സിലാക്കിയിട്ട് മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അങ്ങനെ ആലോചിച്ചു പോയി, ആ ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഇസ്ലാമിലേക്ക് വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കാരണം ഇത്ര ഗൗരവത്തോടെ തങ്ങൾ ചോദിക്കുന്നു ഞാൻ കരുതിയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ഒരു രൂപത്തിലാണ് അദ്ദേഹം ഉച്ചരിച്ചു എന്നാണ് ഞാൻ കരുതിയത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു വില നോക്ക് നിങ്ങൾ, കലിമത്തിന് എന്തൊരു വിലയുണ്ട്. കലിമത്തു തൗഹീദ് യഥാവിധി ഉച്ചരിച്ച് ഈമാനോടെ നടക്കുന്ന ഒരു മുഅ്മിനായ മനുഷ്യന് വലിയ നിലവാരമുണ്ട്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, മുഅ്മിനായ മനുഷ്യൻ, മുസ്ലിമായ മനുഷ്യൻ, അയാൾ വലിയ ബഹുമാനവും വലിയ പവിത്രതയുള്ള ആളാണ്. ബോഡിയുടെ പവിത്രത അല്ലത്, വസ്ത്രത്തിന്റെ ചൊങ്കും ചൊർക്കും കൊണ്ടല്ല, ഈമാൻ കൊണ്ടാണ് ആ മനുഷ്യന് പവിത്രതയുള്ളത്. ഈമാൻ കൊണ്ടാണ് ആ മനുഷ്യന് ബഹുമാനമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കലിമത്തു തൗഹീദ് ചൊല്ലിപ്പിരിയാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതിനുള്ള നല്ല ഓർമ്മ വേണം. ഇപ്പൊ ഈ സദസ്സിലൊക്കെ ദിക്റിലുമോ നമ്മൾ അച്ചടക്കത്തോടെ ചൊല്ലും. പക്ഷെ എവിടുന്ന് ദിക്റില്ലാണെങ്കിലും ഖുർആൻ ഓതാണെങ്കിലും നമ്മളെ മനസ്സ് ഒന്നാകണം, രണ്ടാകരുത്. മനസ്സിലാണ്ടോ? മനസ്സിലാകുന്നില്ല? ഇത് ഇമാം നബി റളിയല്ലാഹു അൻഹു ഖുർആനോത്തിന് അദബ് പഠിപ്പിച്ചപ്പോ പറഞ്ഞൊരു അദബാണ്. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ട്, നമ്മളെ തന്നെ പറഞ്ഞ കുട്ടികൾ, പുറത്തുള്ളവരെ പറഞ്ഞ കാര്യമൊന്നുമില്ല, കുറെ അന്താരാഷ്ട്ര കാര്യം പറഞ്ഞ കാര്യം. എന്താ പരിപാടി? ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലുന്നുണ്ടാവും, പിന്നെ ഫേസ്ബുക്ക് വായിക്കണുണ്ടാവും. ഹതഭാഗ്യരാണ് അവര്. ഏതെങ്കിലും വീട്ടിൽ മൗലൂദ് ഓതുന്നുണ്ടാകും, മെസ്സേജ് വായിക്കുന്നുണ്ടാവും. ചെയ്യരുത്, മോശാണത്. നിങ്ങളെ കൽബ് എവിടെ? നാവ് എവിടെ? നാവ് ഒരു സ്ഥലത്തും, കൽബ് വാട്സാപ്പ് മെസ്സേജ്. നാവ് ഇങ്ങനെ വെറുതെ ഒരു മൂളക്കത്തിൽ ഇങ്ങനെ ഒറ്റ മോശാണ്, ഏർപ്പാട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടല്ലേ ഇമാം നബി റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ കയ്യും കാലും അടക്കി ഒതുക്കി വെക്കണം. എന്തിനാണ് കാലക്കുട്ടി പറഞ്ഞെന്നറിയോ? ഈ സംവിധാനമൊക്കെ ലോകത്ത് വരുന്ന മനസ്സിലാക്കിയിട്ടാണ്. കൈ കൊണ്ട് കളിക്കരുത്,
കാലുകൊണ്ട് കളിക്കരുത്, നോട്ടം പോലും മാറ്റരുത്. ഖുർആൻ ഓതുന്ന ഒരു മനുഷ്യൻ ഒരേ ഒരു നോട്ടം, ഇരുത്തം എങ്ങനെ ഇരിക്കണം എന്നാ പറഞ്ഞ ഖുർആൻ ഓതുന്ന ഒരാള്? കജുലൂസിഹി ബൈന യദൈ മുഅല്ലിമിഹി, ഉസ്താദിന്റെ മുന്നിൽ ഇരിക്കുന്ന ശിഷ്യനെ പോലെ. നമ്മളെ മുന്നിൽ ഒരു ഉസ്താദ് ദർസ് നടത്തുമ്പോ നമ്മൾ ആ ഉസ്താദിന്റെ മുന്നിൽ ഇങ്ങനെ രണ്ട് കാലും ഇങ്ങനെ നീട്ടിയിട്ട് ഉസ്താദെ പറയാനുള്ള പറഞ്ഞു ഞാൻ കേട്ടോളാം അങ്ങനെ ഇരിക്കോ? കിതാബോധാന് അങ്ങനെ ഇരിക്കോ സഹോദരങ്ങളെ? അല്ലെങ്കിൽ ഉസ്താദിന്റെ മുന്നിൽ കിതാബ് ഓതാൻ വേണ്ടി ചോറിക്കായിരിക്കുമ്പോൾ ഇരിക്കൂല. അവർ അദബില്ലേ? നമ്മളെ ഇമാമാണ് ഖുർആൻ. ആ ഇമാമിന്റെ മുന്നിൽ നമ്മൾ ഇരിക്കേണ്ടത് ഉസ്താദിന്റെ മുന്നിൽ ഇരിക്കുന്ന ശിഷ്യനെ പോലെ നല്ല അദബ് പാലിച്ച്. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് പറയട്ടെ, നിങ്ങളെ ഹദ്ദാദ് ചൊല്ലുമ്പോ വേറെ ഏതെങ്കിലും ഔറാദിൽ ഏർപ്പെടുമ്പോ നിങ്ങളെ മനസ്സ് വേറൊന്നിലേക്കും നാവ് വേറൊന്നിലേക്കും ആക്കരുത്. മനസ്സും നാവും ഒരേ രൂപത്തിൽ ബന്ധപ്പെടുന്ന ദിക്റാകണം, മൗലിദാകണം, മറ്റു അമലാകണം. അപ്പോഴേ അതിന് ശരിയായ നിലക്കുള്ള ഫലം ലഭിക്കൂ. നമ്മൾ ചൊല്ലുന്നുണ്ട്, ഒരു പക്ഷേ അത് പ്രഹസനമായി മാറും. മൗലൂദിന്റെ സദസ്സിലൊക്കെ മൂപ്പര് പങ്കെടുക്കുന്നുണ്ട്. മൗലൂദ് കഴിഞ്ഞിട്ട് എത്ര ഹദീസാണ് ഓതിയെന്ന് ചോദിച്ചു. അതാ ഉസ്താദ്മാരൊക്കെ കൂടി ചൊല്ലിയില്ല. അതിപ്പോ എണ്ണ കണക്കൂട്ടാണ്ടോ? എണ്ണ അറിയില്ല. മൗലൂദ് കഴിഞ്ഞിട്ട് യാസീൻ ഓതിയോ? യാസീൻ ഓതിയിട്ടില്ലല്ലോ. എന്റെ ഓതിയില്ലാന്ന് തോന്നാൻ കാരണം മൂപ്പര് വേറെ ലോകത്തേന്നു. കണ്ടില്ലേ നിങ്ങൾ? അതിന് മൗലൂദ് നടത്തുമ്പോ തന്നെ നല്ല എന്താ പറയുക, നിങ്ങൾ അവിടെ ഒരു കൊട്ട വെക്ക. എല്ലാ മൗലൂദിന്റെ സദസ്സിലും രണ്ട് കൊട്ട, രണ്ട് ഭാഗത്ത് കൊട്ട. എന്തിനായി കൊട്ട വെക്കുന്നത്? മൊബൈലൊക്കെ സൈലന്റ് ആക്കിയിട്ട് കൊട്ടയിലിടാൻ പറ്റും. നിങ്ങളൊരു കുത്തുബിയത്ത് എടുത്തുമ്പോ എല്ലാരും മൊബൈൽ വാങ്ങിയിട്ട് കൊട്ടയിലിട്ട് കുത്തുബിയത്ത് എടുത്ത് നോക്കി. ആ കുത്തുബിയത്ത് ഭംഗിയായ നിലക്ക് നടക്കും. കാരണം ഇത് കിട്ടിയിട്ട് വേണ്ട അവർക്ക് പോവാന്. ഇതൊക്കെ സ്വിച്ച് ഓഫ് അല്ലേ? എന്താ നടക്കുന്ന മഷറിയിലെത്തി രൂപണ്ടാവും, ബേജാറായിട്ട്. അതേ സമയത്ത് ഒരു ഏതൊരു സംഗതിയിൽ നിൽക്കുകയാണെങ്കിൽ, നിസ്കരിക്കുകയാണെങ്കിൽ വരെ മനുഷ്യന്റെ ശ്രദ്ധ തെറ്റിപ്പോകാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകും. നമ്മൾ നല്ലോണം കുറച്ച് മുന്നോട്ടിരിക്കാണ്. ബാക്കിൽ ആള് വരാൻ കാത്തിരിക്കും. മുന്നോട്ടിരിക്കുമ്പോ രണ്ട് കൂലി കിട്ടും. ഒന്ന് മുന്നോട്ടിരുന്ന് എന്നുള്ള കൂലിയും കിട്ടും, ബാക്കിൽ ഒരാൾക്ക് ഇരിക്കാൻ സ്ഥലം കൊടുത്തു എന്നുള്ള കൂലി കിട്ടും. രണ്ട് കൂലി കിട്ടും. ആ രണ്ട് കൂലി കിട്ടും. അപ്പോ സഹോദരങ്ങളെ, നല്ല ശ്രദ്ധയിലായിട്ട് വേണം ദിക്ർ ചൊല്ലാൻ. നല്ല ഫലം കിട്ടുന്ന രൂപത്തിൽ ദിക്ർ, മനസ്സിനൊരു ഏകീകരണം വേണം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാകും. ദിക്ർ ചൊല്ലുമ്പോഴും ഖുർആൻ ഓതുമ്പോഴും യാസീൻ ഓതുമ്പോഴും ഒക്കെ ഇത് വേണം. എത്ര കണ്ടാണോ നമ്മളെ മനസ്സിൽ സ്വാധീനമുള്ളത് അത്ര കണ്ട് നമുക്ക് വലിയ ഫലം കിട്ടും. അല്ലാതെയും കിട്ടുന്നല്ലോ ഉസ്താദേ, കൂട്ടത്തിൽ വേറെ കുറെ ആൾക്കാരെ ദുആ സ്വീകരിച്ചുകൊണ്ട് കിട്ടുമായിരിക്കും. നമുക്ക് നമ്മുടേതായ ഒരു ഫായ്ദ വേണ്ടേ? അതിന് ചൊല്ലുമ്പോഴൊക്കെ ആ രൂപത്തിലുള്ള അദബ് പാലിക്കും. എപ്പോഴും ആ മര്യാദയോടുകൂടെ തന്നെ വേണം നമ്മൾ ചൊല്ലാനും കാര്യങ്ങൾ കേൾക്കാനും പങ്കെടുക്കാനും ഒക്കെ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗബാധിതനായി കിടന്നിരുന്ന അവിടുത്തെ ഖാദിമായിരുന്ന ഒരു കുട്ടിയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖിദ്മത്തെടുത്തിരുന്ന ഒരു കുട്ടി. ആ കുട്ടി യഹൂദിയായിരുന്നു. യഹൂദിക്ക് നബി തങ്ങളെ കുട്ടിയെ ഖിദ്മത്തെടുക്കാൻ പാടില്ല എന്നില്ല. അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും തങ്ങൾ സ്വീകരിച്ചു. ക്രിസ്ത്യാനികളെ സ്വീകരിച്ചിട്ടുണ്ട്, യഹൂദികളെ സ്വീകരിച്ചിട്ടുണ്ട്, മജൂസികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അവരൊക്കെ ഹിദായത്ത് അവർക്കൊക്കെ നൽകണ്ടേ? അത് തങ്ങൾ അല്ലാഹു തആല ഏൽപ്പിച്ചൊരു ബാധ്യതയല്ലേ? അപ്പൊ ആ ഹിദായത്തിന്റെ വെളിച്ചം പകർന്നു നൽകുന്നതിന് എല്ലാവരെയും തങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ യഹൂദിയായ കുട്ടി രോഗബാധിതനായി കിടന്നപ്പോ തങ്ങൾക്ക് ഖിദ്മത്തെടുത്തിരുന്ന കുട്ടിയാണ്. ആ കുട്ടിയെ കാണാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. ആ വീട്ടിലേക്ക് ചെന്നു. അപ്പൊ ആ കുട്ടിന്റെ അവസ്ഥ ഇങ്ങനെ കണ്ടപ്പോ, രോഗം ഇങ്ങനെ മൂർജിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കുട്ടിയോട് തങ്ങൾ പറഞ്ഞു, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്. തങ്ങൾക്ക് എവിടെയും അള്ളാഹുവിന്റെ ദീന് പറയാൻ അല്ലാഹു തആല പെർമിഷൻ നൽകിയിട്ടുണ്ട്. ഇനി അത് വേറെ രൂപത്തിൽ വ്യാഖ്യാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വ്യാഖ്യാനിക്കണമെങ്കിൽ എന്തും വ്യാഖ്യാനിക്കാം. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു മോനെ എന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി തൊട്ടടുത്ത് നിൽക്കുന്ന ഉപ്പാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി. ഉപ്പ യഹൂദിയല്ലേ. ഉപ്പാന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ഉപ്പ പറഞ്ഞു, അത്വി അബൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താണോ നബിതങ്ങൾ പറഞ്ഞത് കേട്ടോളൂ, അത് അനുസരിച്ചോളൂ. തങ്ങൾ എന്നോട് കലിമ ചൊല്ലാനല്ലേ പറഞ്ഞു, ചൊല്ലിക്ക മോനെ. കുട്ടി ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമത്തു തൗഹീദ് ചൊല്ലി വിശുദ്ധ ഇസ്ലാമിൽ ഒരു മെമ്പറായി ചേർന്നു. തങ്ങൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്ന സമയത്ത് തങ്ങൾ പറയുന്നുണ്ട്, അൽഹംദുലില്ലാഹ് അല്ലദീ അൻഖദഹു മിനൻ നാർ.
നരകത്തിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയ അല്ലാ, നിനക്ക് സർവസ്തുതിയും. ഈ കുട്ടിക്ക് വലിയ സലാമത്താണല്ലോ നീ നൽകിയത്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിലേക്ക് വന്നപ്പോൾ എന്തൊരു സന്തോഷമാണ് ലഭിച്ചത്. അതല്ലേ നമ്മളൊക്കെ സാധാരണ പറയുന്നത്, വമരീളൻ അൻത സായിറുഹു ഖദ് അതാഹു അല്ലാഹു ബിൽ ഫറജി സ്വല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വസ്സുറൂജി. തങ്ങൾ സന്ദർശിക്കുന്ന ഏതൊരു രോഗിയും അത് അതാഹു അല്ലാഹു ബിൽ ഫറജി, ആ രോഗിക്ക് അല്ലാഹു മോചനം നൽകുന്നു. ഈ രോഗിക്ക് കണ്ടില്ലേ, ഖബർ ശിക്ഷയിൽ നിന്ന് മോചനമായി, പരലോകത്തെ സർവ്വ ശിക്ഷകളിൽ നിന്നും മോചനമായി, നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചു, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള വലിയ ഭാഗ്യം ലഭിച്ചു. ഉമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിൽ ഏറെ ചൊല്ലണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അധികം ചൊല്ലേണ്ട ദിക്റാണ്. എത്ര അധികം ചൊല്ലാൻ കഴിയുമോ അത്രയും അധികം ചൊല്ലണം. ഒരു 10 തവണ നിസ്കാരത്തിന്റെ ശേഷം, ദിക്റുകൾക്ക് ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് സുന്നത്തുണ്ട്. ആ 10 തവണയും നമ്മൾ ചുരുക്കി പോകരുത്. തസ്ബീഹും ഹംദും തക്ബീറും കഴിഞ്ഞിട്ട് ഒരു 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. കഴിയുന്നവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണം. എത്ര ചൊല്ലാൻ കഴിയുമോ അത്രയും ചൊല്ലണം. അമ്പിയാക്കൾ മുഴുവനും ചൊല്ലിയ ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. യമനിൽ പോയി നോക്കൂ സഹോദരങ്ങളെ, ഹദ്ദാദ് റാത്തിബ് നടക്കുന്ന, റാത്തിബുൽ ഹദ്ദാദ് നടക്കുന്ന ചില പള്ളികളുണ്ട് യമനില്. അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത് 1000 പ്രാവശ്യമാണ്. 1000 പ്രാവശ്യം ചൊല്ലുന്ന പള്ളികൾ ഇന്നുമുണ്ട്. നമ്മൾ ഒരു 50 പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ നോക്കണം. 100 പ്രാവശ്യം ചൊല്ലാൻ കഴിയുമോ അങ്ങനെ ചൊല്ലണം. അതിന് ഇത്ര അധികം സമയമൊന്നും വേണ്ട. ഒരു 100 തഹ്ലീൽ ചൊല്ലാൻ ചുരുങ്ങിയ സമയം മതി. ഹദ്ദാദ് റാത്തീബിലുള്ള ദിക്റ്, ആ ദിക്റ് 1000 പ്രാവശ്യം ചൊല്ലുന്ന ആളുകള് ഒരൊറ്റ മാസം കഴിയുമ്പോഴേക്ക് അവർക്ക് 30,000 ദിക്റ് വരികയാണ്. 2 മാസം കഴിയുമ്പോ സുബ്ഹാനല്ലാഹ് 60,000 ആവുകയാണ്. ഒരു കൊല്ലം കൂട്ടി നോക്കുമ്പോ എത്രയാ, ലക്ഷക്കണക്കിന് ദിക്റല്ലേ വരുന്നത്. അവരെത്ര വലിയ ഭാഗ്യവാന്മാരാണ്. അധികം ആ ദിക്റ് അങ്ങനെ ചൊല്ലുമ്പോ നമ്മളെ മനസ്സ് ഏറ്റവും പതറിപ്പോകുന്ന ഒരു നേരമാണ് മരണത്തിന്റെ നേരം. ആ മരണത്തിന്റെ നേരത്ത് ദിക്റ് ചൊല്ലാൻ കഴിയുന്ന മനുഷ്യൻ വലിയ ഭാഗ്യമുള്ളവനാണ്. കലിമത്തു തൗഹീദ് ചൊല്ലാൻ കഴിയുന്ന ആള് വലിയ ഖൽബിന് ധൈര്യമുള്ള ആളാണ്. ചെറിയ ധൈര്യമല്ല, വലിയ ധൈര്യമുള്ള ആളാണ്. ബഹുമാനപ്പെട്ട ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്തിന്റെ സമയത്ത് കട്ടിലിൽ കയറി കിടന്നിട്ട് ചുറ്റും നിൽക്കുന്ന മക്കളോട് വസിയത്തുകളൊക്കെ നൽകിയിട്ട് മഹാനവർകൾ ആദ്യം ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെയാണ് ആദ്യം ചൊല്ലിയത്. പിന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി. പിന്നെ അവസാനത്തെ സമയമായപ്പോഴേക്ക് അല്ലാഹ് 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 എന്ന കലിമ ചൊല്ലി തീരലോടെ ദുനിയാവിൽ നിന്ന് വിടവാങ്ങി പോവുകയാണ്. എത്ര സന്തോഷമാണ്, എത്ര ധൈര്യമാണ്. ആ മഹാനുഭാവനോട് മക്കളെ കൂട്ടത്തിൽ ഒരു മകൻ ചോദിച്ചു, ബാപ്പാ നിങ്ങളുടെ ശരീരത്തിന്റെ അവസ്ഥ എന്താണ്? ഏതെങ്കിലും ഭാഗത്ത് വേദനയുണ്ടോ? ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുന്നു, ജമീഉ അളാഇ തുലിമുനി, എന്റെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും വേദനിക്കുന്നുണ്ട്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കി മരിക്കാൻ കിടക്കുന്ന ഒരാള്, അയാള് കാലിട്ടോ കൈയിട്ടോ അടിക്കോ? അതേ സമയത്ത് കയ്യിനോ കാലിനോ ഒരു മുറിവുള്ള ആളെ ഒരു ഇഞ്ചക്ഷൻ ചെയ്യാനും ഒന്ന് മരുന്ന് വെക്കാനും എത്ര പണിയാ, എത്ര ആള് പിടിക്കണ ആളെ.
എത്ര ആള് പിടിക്കണം? അനസ്തേഷ്യനൊന്നും ചെയ്യണില്ല, നല്ല ആരോഗ്യമുള്ള ആളാണ്. ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് മുറിവൊന്ന് ചെറിയ രൂപത്തിലൊന്ന് വെട്ടി മാറ്റിയിട്ട് ചെറിയ അവിടെ മുറിന്റെ ഉള്ളിൽ ചെറിയ ഒരു കല്ലും മറ്റും കുടുങ്ങിയിട്ടുണ്ട്, അതൊന്ന് ശരിക്കും എടുത്തിട്ട് ഒന്ന് മരുന്ന് തേക്കാനാണെന്ന് പറയുമ്പോ ഡോക്ടർമാരും മറ്റും പറയും ഒന്ന് പിടിച്ചോളിട്ടോ. ഒരു കയ്യിനെ പരിക്കുള്ളൂ, പക്ഷെ എത്ര ആള് പിടിക്കണം? ചിലപ്പോ ഫസ്റ്റ് തട്ട് കിട്ടണം ഡോക്ടർക്കാർക്കും. അപ്പൊ ആ കാലും കൈയൊക്കെ നല്ലോണം അമർത്തി പിടിച്ചിട്ട് വേണം ഒന്ന് മരുന്ന് വെക്കാൻ. മരിക്കുമ്പോ അങ്ങനല്ല, എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വേദന അറിയും. അതുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കാലും കൈയിട്ട് തല്ലാതെ ഒരേ കിടത്തം കിടക്കും. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുന്നു, എന്റെ അവയവങ്ങൾ മുഴുവനും വേദനിക്കുന്നുണ്ട്, ഇല്ല ഖൽബി, എന്റെ ഖൽബൊഴികെ. അതാണ് നമുക്ക് ഹിമ്മത്തായി കിട്ടുന്നത്. എന്റെ ഖൽബൊഴികെ വഹുവ മഅല്ലാഹി അസ്സ വജൽ. ഖൽബിനൊരു കുഴപ്പമില്ല, ഖൽബ് നല്ല ഹിമ്മത്തിലാണ്, നല്ല സന്തോഷത്തിലാണ്. ആ ഖൽബിന്റെ ദൃഢത കൊണ്ടും ഉറപ്പ് കൊണ്ടുമാണ് മഹാനവറുകളാ ചൊല്ലിയത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖൽബിന് നല്ല സ്ഥിരത ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ദിക്ർ ചൊല്ലാനും മലക്കുകളോട് സലാം പറയാനും സലാം മടക്കാനും ഒക്കെ ധൈര്യം. ഖൽബ് പതറിപ്പോയാൽ പോയില്ലേ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഖൽബിനെ ഉറപ്പിച്ചു നിർത്തുന്ന, ഖൽബിനെ നല്ലോണം ഉറപ്പിച്ചു നിർത്താൻ പറ്റിയ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള സന്ദേശം അത് ജനങ്ങളെ ഖൽബിൽ പകർത്തുന്നതിന്, ശരിയായ നിലക്ക് അവർ വിശ്വാസത്തിലേക്ക് വരുന്നതിന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുക്കയും അല്ലാഹു തആല അതിന് മാതൃകയാക്കി വെച്ചതാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ചലനങ്ങളും എന്തിനു വേണ്ടിയായിരുന്നു? ജനങ്ങളെ ഖൽബിൽ തൗഹീദ് വരാൻ വേണ്ടിയാണ്. അതിനല്ലേ ജീവിതം. നിങ്ങളെ ജീവിതം രാവും പകലും നടത്തവും ഇരുത്തവും ആളുകളെ ഖൽബിൽ അല്ലാഹു തആലാന്റെ തൗഹീദ് രൂപപ്പെട്ടു വരണം. അത് യാത്രയിലാണെങ്കിലും അതുപോലെ തന്നെ വീട്ടിലിരിക്കുകയാണെങ്കിലും തങ്ങളെ കൂടെ നടക്കുകയാണെങ്കിലും എവിടെയാണെങ്കിലും അവരെ ഖൽബിൽ കലിമത്തു തൗഹീദ് ഉറപ്പിച്ചു കിട്ടണം. അതിന് ധാരാളം അടയാളങ്ങൾ സാക്ഷിയായി വരും. ചില ആളുകൾ ചില അടയാളങ്ങളെ കൊണ്ട് അവരെ ഖൽബിൽ ഈമാൻ ഉറക്കും. ചില മഹാന്മാരെ ഖൽബിൽ ചില ആയത്ത് കേൾക്കുമ്പോഴേക്ക് ഈമാൻ ഉറക്കും. അഖീൽ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ ത്വാലിബിന്റെ മകൻ അഖീൽ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സഹോദരനാണ്. 3 വിഷയങ്ങൾ ഒരു യാത്രയിൽ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഞാൻ അനുഭവിച്ചപ്പോ എന്റെ ഖൽബിൽ ഈമാൻ ഉറച്ചുപോയി. എന്റെ ഖൽബിൽ കലിമത്തു തൗഹീദ് ഉറച്ചു. അല്ലാഹുവിന്റെ റസൂൽ റസൂലാണ് എന്നും അല്ലാഹു തആല അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ മറ്റാരുമില്ലെന്നും എന്റെ ഖൽബിൽ ഉറച്ചുപോയി. മഹാനവറുകൾ പറയുന്നു, ഒരു യാത്രയിൽ ഞാനും പോകുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ. തങ്ങൾക്ക് വിസർജനത്തിന്റെ സമയമായപ്പോ മരുഭൂമിയിലല്ലേ, മലമൂത്ര വിസർജനത്തിന്റെ സമയമായപ്പോ എന്നോട് പറഞ്ഞു, അഖീലേ, അവിടെ കാണുന്നതാ വലിയൊരു മരം, ആ മരത്തിന്റെ അടുത്ത് പോയിട്ട് നീ പറയണം അല്ലാഹുവിന്റെ റസൂല് നിന്നെ വിളിക്കുന്നുണ്ട്, മറയായി നിന്ന് കൊടുക്കാനാണ്, ഒന്ന് അടുത്തേക്ക് വന്നേ. ഞാൻ പോയിട്ട് ആ മരത്തോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂല് നിന്നെ വിളിക്കുന്നുണ്ട്, മറയായി നിന്ന് കൊടുക്കാനാണ്, അവിടെ ഒന്നും മരങ്ങളില്ല, ഒന്ന് നീ വന്നേക്കണം. സുബ്ഹാനല്ലാഹ്, മരം അങ്ങനെ തന്നെ അങ്ങ് പൊങ്ങിയിട്ട് അതിന്റെ അടിയിലുള്ള വേരുകളൊക്കെ ഒന്ന് ഇളക്കി മാറ്റി. അതാ മന്ദം മന്ദം ഇങ്ങനെ നടന്നു വരുന്നു. ജാഅത് ലിദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി. തങ്ങൾ സ്വന്തം വിളിച്ചതല്ല, വിളിക്കാൻ വേണ്ടി ആളെ ഏൽപ്പിച്ചതാണ്. അഖീൽ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പോയി വിളിച്ചതാണ്. മരം അങ്ങനെ തന്നെ വരുന്നു. വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ മുന്നിൽ നിന്ന് കൊടുക്കുന്നു. അഖീൽ ബിൻ അബീ ത്വാലിബ് പറയുന്നു, ഞാൻ ഒരു ഭാഗത്തേക്ക് മാറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറയാക്കിയിട്ട് തങ്ങൾ മലമൂത്ര വിസർജനം നടത്തി, ആവശ്യങ്ങളൊക്കെ നടത്തി. ആവശ്യ നിർവഹണം കഴിഞ്ഞിട്ട് വുളു എടുത്ത് കഴിഞ്ഞപ്പോ
തങ്ങളൊന്നിങ്ങനെ കൈകൊണ്ട് ചൂണ്ടിയിട്ടേ ഉള്ളൂ, ആ മരം അതാ വന്നിടത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നു. ആ ഒരവസ്ഥ ഞാൻ യാത്രയിൽ അനുഭവിച്ച ഒരവസ്ഥയാണ്. കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങിയപ്പോ ഞാൻ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വല്ലാത്ത ദാഹമുണ്ട്, അല്പം വെള്ളം കിട്ടിയാൽ തിരക്കേടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അതാ അവിടെ കാണുന്ന ഒരു കുന്ന്, ഒരു പർവ്വതം കാണുന്നു. ആ പർവ്വതത്തിന്റെ മുകളിൽ ഒരു നല്ല പാറയുണ്ട്. ആ പാറയോട് പോയിട്ട് നീ എന്റെ ഒരു സലാം പറയണം. എന്നിട്ട് വെള്ളമുണ്ടെങ്കിൽ നിനക്ക് വെള്ളം തരാൻ വേണ്ടിയിട്ട് പാറയോട് പറയണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലേ, ഞാൻ അങ്ങനെ കുന്നിന് മുകളിൽ കയറിയപ്പോൾ ഞാൻ പാറക്കല്ല് കണ്ടു, വലിയൊരു പാറക്കല്ല്. ആ പാറക്കല്ലിനോട് ഞാൻ സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് നിനക്കൊരു സലാം പറയുന്നുണ്ട് എന്ന് പറഞ്ഞത് സലാം മടക്കി. ഇൻകാന ഫീകി മാഉൻ, നിന്നിൽ വല്ല വള്ളവുമുണ്ടെങ്കിൽ ഫസുബ്ബ അലയ്യ, വെള്ളം നീ എനിക്കൊന്ന് ചൊരിച്ചു തരണം, ഒഴുക്കി തരണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ പാറക്കല്ല് എന്നോട് പറയുന്നത്, ക്ഷമിക്കണം, അല്ലാഹുവിന്റെ റസൂലിനോട് നീ പോയിട്ട് പറയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരു ആയത്ത് ഇറക്കിയിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ. മുഅ്മിനീങ്ങളെ, നിങ്ങളും നിങ്ങളെ കുടുംബവും നരകത്തെ കാത്തു സൂക്ഷിച്ച് ജീവിച്ചോളണം. ആ നരകത്തിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരെയും കല്ലുകളെയുമാണ്. ആ കല്ലുകൾ എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പെടുമോ എന്ന് വിചാരിച്ച് ആയത്ത് ഇറങ്ങിയത് മുതൽക്ക് ഞാൻ കരയാൻ തുടങ്ങി. എന്റെ ഉള്ളിലുണ്ടായിരുന്ന ജലാശയങ്ങൾ മുഴുവനും വറ്റി വരണ്ടുപോയി. ഒരൊറ്റ തുള്ളി വെള്ളം പോലും നിങ്ങൾക്ക് തരാനില്ല എന്ന് നിങ്ങൾ പോയിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞേക്കണം. അഖീൽ ഇബ്നു അബീ ത്വാലിബ് പറയാണ്, പാറക്കല്ലിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ഞാൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ആ വലിയ പാറക്കല്ല് സലാമൊക്കെ മടക്കി, പക്ഷേ യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ എന്ന ആയത്ത് ചിന്തിച്ച് കത്തിക്കപ്പെടുന്ന കല്ലുകളെ കൂട്ടത്തിൽ ഞാൻ പെട്ടേക്കുമോ എന്ന് ആലോചിച്ച് കരയാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ കരച്ചിലാണ്. ഒരൊറ്റ തുള്ളി ജലാംശവും അതിന്റെ ഉള്ളിലില്ല. അതും ഞാൻ കണ്ട അത്ഭുതങ്ങളിൽ മറ്റൊരു അത്ഭുതമാണ്. പിന്നെയും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി. മൂന്നാമതായി എന്റെ കണ്ണിൽ കാണുന്ന കാഴ്ച, അത് കണ്ടിട്ട് ഞാൻ വല്ലാതെ അതിശയിച്ചു പോയി. ഞങ്ങളൊക്കെ ഒരു ഭാഗത്ത് വിശ്രമിക്കാൻ വേണ്ടി, ഒരല്പം വിശ്രമിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങി നിൽക്കുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിലേക്ക് ഒരു ഒട്ടകം ഓടി വന്നിട്ട് അത് കതച്ച് തങ്ങളെ മുന്നിൽ നിന്നു. കണ്ണീർ വാർക്കുന്നുണ്ട്. തങ്ങൾ അതിന്റെ മേലെങ്ങനെ തൊട്ട് തലോടി ആശ്വസിപ്പിച്ചു. അതിന് ആശ്വാസം വന്നു. അതിന്റെ പിന്നാലെ അതിന്റെ ഉടമസ്ഥനായ ഒരു മനുഷ്യൻ വാളും മൂരിപ്പിടിച്ചുകൊണ്ട് ഓടി വരുന്നു. അയാൾ ആ വരവ് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊണ്ട് നിൽക്കാൻ വേണ്ടി പറഞ്ഞു. എന്താ നിങ്ങളെ ലക്ഷ്യം എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് എന്റെ ഒട്ടകം, വലിയ വില കൊടുത്ത് ഞാൻ വാങ്ങിയതാ. പക്ഷെ ഈ ഒട്ടകം ഇപ്പൊ അടുത്ത് കുറച്ച് നാളായിട്ട് അനുസരണം കുറച്ച് കുറവാണ്. രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ട് എത്ര തട്ടി വിളിച്ചാലും എഴുന്നേൽക്കൂല. ഇനി എഴുന്നേറ്റ് നിന്നിട്ട് മുട്ടുകുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചുമടതിന്റെ മേലെ വെച്ച് കൊടുത്താൽ അത് അങ്ങനെ താഴോട്ടണ്ടിരിക്കുകയും ചെയ്യും. പിന്നെ അതിനെ എഴുന്നേൽപ്പിക്കാൻ ചെറിയ പാടൊന്നുമല്ല. അതുകൊണ്ട് ഇങ്ങനെ ആവർത്തിച്ച് കാണിച്ചപ്പോ ഇനി രക്ഷയൊന്നുമില്ല, അറുത്തിട്ട് ആ മാംസം ജനങ്ങൾക്ക് കൊടുത്തിട്ട് ആ വില എങ്ങനെങ്കിലും കിട്ടട്ടെ എന്ന് ഇത് തീരുമാനിച്ചു വന്നതാണ്. അറുക്കല്ലാതെ മറ്റൊരു മാർഗമൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ ഇതിങ്ങനെ ഈ ഒട്ടകത്തിന്റെ ഉടമസ്ഥന്റെ സംസാരം കേട്ടിട്ട് ഞങ്ങളെല്ലാവരും അവിടുന്ന് എഴുന്നേറ്റ് ഒട്ടകത്തിന്റെ അടുത്തേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടകത്തോട് ചോദിച്ചു, അദ്ദേഹം പറയുന്നത് ശരിയാണോ? ഒട്ടകം പറഞ്ഞു, ശരിയാണ്.
ഞാൻ അനുസരിക്കാറില്ല നബിയെ. രാവിലെ എത്ര വിളിച്ചാലും ഞാൻ എഴുന്നേൽക്കാറില്ല. എഴുന്നേറ്റ് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും, പക്ഷെ എണീറ്റ് കൊടുക്കാൻ എനിക്ക് തോന്നാറില്ല. എന്താ നിങ്ങൾ അനുസരിക്കാത്തത്? ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബവും ഇശാ നിസ്കരിക്കാതെ ഉറങ്ങുന്ന ടീമാണ്. അതുകൊണ്ട് അവർക്ക് അനുസരിക്കാൻ എനിക്ക് വലിയ പ്രയാസമില്ല. ആര് പറഞ്ഞു? ഒട്ടകം പറഞ്ഞു. നമ്മളെല്ലാവരും രക്ഷപ്പെടുന്നു കരുതണ്ട. സുബൈ നിസ്കരിക്കാത്തവനൊക്കെ കൂകി വിളിക്കുന്ന കോഴി നാളെ ആഖിറത്തിൽ എതിരെ സാക്ഷി നിൽക്കും. ഇവിടെ കൂകി വിളിക്കുന്ന കോഴിയില്ലേ, ഒക്കെ ബ്രോയിലറായി മാറിയോ? അല്ലാഹ് കാത്തിരക്ഷിക്കട്ടെ. കൂകി വിളിക്കുന്ന കോഴിയൊന്നുമില്ലേ? എന്താ? അത് നമുക്ക് നാളെ ആഖിറത്തിൽ പ്രതികൂലമായിട്ടും അനുകൂലമായിട്ടും സാക്ഷി നിൽക്കാനുള്ള ഒന്നാണ്. ഇനി വേഗം പിടിച്ച് അർത്ഥ കളയണ്ട, അവിടെ ഒന്നോട്ടെ. ഇന്ന് പരിപാടി കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നാളെ മുതൽ കൂകുന്ന ആരും വേണ്ടെന്ന് ചിന്തിക്കരുത്. കൂകി വിളിക്കുന്ന കോഴി നാളെ ആഖിറത്തിൽ സാക്ഷിയാണ്. അനുകൂലമായിട്ടും പറയും, പ്രതികൂലമായിട്ടും പറയും. ഒരാള് കൂകിയാൽ എത്ര ദൂരത്തേക്ക് കേൾക്കും? അപ്പൊ അവിടുന്ന് അടുത്താൾ തുടങ്ങൂലേ, അപ്പുറത്താൾ തുടങ്ങൂലേ? ചെയിൻ ബിസിനസ് പോലെ അങ്ങനെ പോവത്, കടൽ തീരം വരെ പോകും. അങ്ങനെ ഓരോ വീടും 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 കേൾപ്പിച്ചുകൊണ്ട് അങ്ങനെ പോകും. സുബൈന്റെ മുമ്പ് തുടങ്ങൂലേ? നമ്മളെപ്പോഴാ എഴുന്നേൽക്കുക? അതുകൊണ്ടാണ് ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ തന്റെ മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ലാ തകൂനന്ന ആജസ മിനദ്ദീഖ്, നീ കോഴിയെക്കാളും കഴിവ് കെട്ടവനാകരുത് മോനെ, കോഴിയെക്കാളും ദുർബലനായി പോകരുത്. കോഴിയോട് ഇബാദത്ത് കൊണ്ട് തക്ലീഫ് ഉണ്ടോ? ഫഇന്നഹു യൂഖിലു ബിൽ അസ്ഹാർ, അത്തായ സമയത്ത് വിളിച്ചുണർത്തുന്നു കോഴി. നീ കോഴിയെക്കാളും മോശപ്പെട്ട ദുർബലനായ ആളായി പോകരുത്. നിനക്ക് ബുദ്ധി അല്ലാഹ് തന്നില്ലേ, സൗകര്യം തന്നില്ലേ, സംവിധാനം തന്നില്ലേ? കോഴി എവിടെ കിടക്കുന്നത്? എസിയില? നല്ല എസിയാ. കോഴി പലപ്പോഴും നമ്മളെ ആൾക്കാരൊക്കെ കോഴിനെ ശ്രദ്ധിക്കുന്നത് അറബികൾ ഒട്ടകത്തെ ശ്രദ്ധിക്കും പോലെ. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനെ തുടങ്ങി. അറബികൾ ഒട്ടകത്തെ ശ്രദ്ധിക്കൽ എപ്പോഴാ? പ്രസവിക്കാനാകുമ്പോഴാ. കുട്ടിയും കിട്ടും, പാലും കിട്ടും. നമ്മളെ നാട്ടിലെ ആൾക്കാർ എപ്പോഴാ കോഴിനെ ശ്രദ്ധിക്കല്? ഒന്നുകിൽ ഏതെങ്കിലും നേർച്ച കോഴി ആയിട്ട് ഏതെങ്കിലും മരത്തിന് മുകളുണ്ടോ, നേർച്ച സമയം കൊടുക്കാൻ വേണ്ടിട്ട് അവിടെ തന്നെ ഉണ്ടോ നോക്കൂ. അല്ലെങ്കിൽ അത് മുടയിടാനായിട്ട് അതിന്റെ വല്ല ലക്ഷണവും കാണിച്ചാൽ അപ്പുറത്ത് എവിടെങ്കിലും ഒരു ചാക്കോ മറ്റോ അങ്ങനെ പൊതിച്ചു കൊടുക്കും. എന്നാലൊരു കൂടുണ്ടായി കൊടുക്കുന്നത് വലിയ കുറവാണ്. മരത്തിന്റെ മേലെ അതൊക്കെ അവിടെ നോട്ടെ, വിരുന്നേര് വരുമ്പോ നോക്കവിടെ ഉണ്ടോന്ന് ഇറക്കാൻ വേണ്ടിട്ട് കൂട് അതിനുണ്ടായി കൊടുക്കണം. അത് നല്ലതാണ്. ആ കൂടൊന്നും വൃത്തിയായി കൊടുക്കണം. അതൊക്കെ സുന്നത്താണ്. ആടുകൾക്കും കൂട് വേണം, പശുക്കൾക്കും മാല വേണം, കോഴികൾക്ക് കൂട് വേണം, നിനക്ക് വേണം. ആ കൂകി വിളിക്കുന്ന കോഴി നമുക്ക് അനുകൂല സാക്ഷിയാകണം. അല്ലാഹുവേ, ഞാൻ കൂകി വിളിക്കുമ്പോഴേക്ക് ഈ വീട്ടിലെ ഉമ്മ ലൈറ്റ് ഒക്കെ ഓൺ ചെയ്ത് സുബഹിക്ക് തന്നെ ഉളു എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങി ബ്രഷ് ചെയ്യുമ്പോഴാണ് ഞാനൊന്നും തസ്ബീഹിന്റെ കൂകല്. ആണുങ്ങളെ പറ്റി എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. അതാ ഞാൻ ആദ്യം ഉമ്മാ പങ്ങളെന്നൊക്കെ പറഞ്ഞു. അവരാണല്ലോ ആദ്യം എഴുന്നേൽക്കല്. അള്ളാഹു അവർക്ക് ബർക്കത്തേറ്റി കൊടുക്കും. എല്ലാ വീട്ടിലും അങ്ങനെ ബർക്കത്തുള്ള ഉമ്മമാരുണ്ടെങ്കിൽ ആ വീട് തന്നെ വലിയ ബർക്കത്താണ്. പല വീടുകളും ഉണരുന്നത് അവർ കാരണമാണ്. അവരിങ്ങനെ എന്താ എഴുന്നേൽക്കില്ലേന്ന് ചോദിക്കും. അവരെ എഴുന്നേൽക്കാൻ പല കാരണങ്ങളും ഉണ്ട് എന്നവർക്ക്. എന്നാലും അവർ എഴുന്നേൽക്കുന്നു, മടിയില്ലാതെ നേരത്തെ എഴുന്നേൽക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരത്തെ എഴുന്നേറ്റ് എല്ലാ വീടുകളും വിളിച്ചുണർത്തി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, തങ്ങളെ മുന്നിൽ വിലങ്ങനെ കിടക്കുന്നുണ്ടാവും ഞാൻ. അത്രേ അവിടെ സ്ഥലമുള്ളൂ. ആ റൂമിൽ ഞാനിങ്ങനെ വിലങ്ങനെ കിടക്കുന്നുണ്ടാവും. തങ്ങൾ എന്റെ നേരെ പിന്നിൽ നിസ്കരിക്കുന്നുണ്ടാവും. ഏകദേശം തങ്ങൾ വിത്ർ നിസ്കരിക്കാൻ സമയമാകുമ്പോഴേക്ക് തങ്ങൾ എന്നെ ഇങ്ങനെ ഞെക്കല് ഞെക്കും. വസ്ത്രത്തിന്റെ പുറത്തുനിന്നിങ്ങനെ ഒരു സൂചന. അപ്പൊ ഞാൻ എഴുന്നേൽക്കും. സുബഹിന്റെ മുമ്പ് ശേഷമല്ല, ഞാൻ എഴുന്നേറ്റ് 2-3 റക്അത്ത് വിത്ർ ഞാൻ നിസ്കരിച്ച് കുറച്ചു നേരം ഇരിക്കുമ്പോഴേക്ക് സുബഹിന്റെ വാങ്ക് കൊടുത്തുപോയി. സുബഹിന്റെ മുമ്പ് തന്നെ ഉണർന്ന് തങ്ങൾ വിളിച്ചുപോയി. സൗകര്യങ്ങൾ ഏറ്റവും കുറഞ്ഞ വീട്ടിലാണത്. ഓടുകൊണ്ട് മേഞ്ഞ വീടല്ല. നമ്മളെ പോലെയുള്ള ടെറസും വാർപ്പും സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നുമില്ല. കുറഞ്ഞ ഉപകരണങ്ങൾ മാത്രമുള്ള വീട്ടില് ഇബാദത്തിന്റെ സൗന്ദര്യം വല്ലാതെ തന്നെയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വീട്ടിൽ നമ്മുടെ വീട്ടിലെ ജീവികൾ മുഴുവനും അനുകൂല സാക്ഷികളാകണം. നാളെ ആഖിറത്തിൽ പ്രതികൂല സാക്ഷികളാകരുത്.
കൂകുന്ന കോഴിയുടെ ശബ്ദം എത്തുന്ന എല്ലാ വീടുകളും ആ കോഴിക്കറിയാം. ഒരു വീട് മാത്രമാണെന്ന് കരുതരുത്. നിങ്ങളെ വീട്ടിന്റെ അപ്പുറത്തെ വീട്ടിലെ കോഴിയല്ലേ കൂകുന്നത്. പക്ഷേ നിങ്ങളെ വീട്ടിലേക്ക് അതിന്റെ ശബ്ദം എത്തുന്നില്ലേ? ആ വീട് കോഴിക്കറിയാം. സാക്ഷി വിസ്താരത്തിന് വേണ്ടി അല്ലാഹു തആല കൊണ്ടുവരുന്ന വിഭാഗങ്ങളിൽപ്പെട്ട ജീവികളെ അല്ലാഹു അതിന് വിസ്തരിക്കുമ്പോ സാക്ഷികളായിട്ടുള്ള ഇവരൊക്കെ മുന്നോട്ട് വന്ന് അനുകൂല സാക്ഷി നിൽക്കണം. ഒട്ടകം പറയുന്നു, ഈ കുടുംബം ഇശാ നിസ്കരിക്കാതെ ഉറങ്ങുന്നവരാണ്, ഇവർക്ക് അനുസരിക്കാൻ എനിക്ക് വല്ലാത്ത മടിയാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തിന്റെ ഉടമസ്ഥനോട് ചോദിക്കുന്നു, ശരിയാണോ ഒട്ടകം പറയുന്നത്? നിങ്ങൾ ഇശാ നിസ്കരിക്കാതെ കിടന്നുറങ്ങുന്ന ടീമാണോ? അദ്ദേഹം പറഞ്ഞു, നബിയെ, മഗ്രിബ് നിസ്കാരം കഴിയുമ്പോഴേക്ക് ക്ഷീണം വർദ്ധിക്കും. ഞങ്ങളൊരു കർഷക കുടുംബമാണ്, നിസ്കരിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങ് കിടന്നു പോകും, പിന്നെ സുബൈക്കാണ് എഴുന്നേൽക്കാറുള്ളത്. ഇനി മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇശാ നിസ്കരിക്കണം. നിങ്ങൾ ഇശാ നിസ്കരിച്ചാൽ ഈ ഒട്ടകം നിങ്ങളെ നന്നായി അനുസരിക്കും, നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ അക്ഷരം പ്രതി അംഗീകരിക്കും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് മുന്നിൽ കാര്യങ്ങൾ വെച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അഖീൽ ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ പറയുന്നു, ഒട്ടകത്തിന്റെ സംസാരവും കൂടി കേട്ടപ്പോ എന്റെ മനസ്സിൽ ഈമാൻ ഉറച്ചുപോയി. ഷഹാദത്ത് കലിമ ചൊല്ലാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിക്കാനും ആ അംഗീകാരത്തിന്റെ ഉറപ്പന്റെ മനസ്സിൽ ഉറച്ചു നിൽക്കാനും മറ്റൊരു കാരണവും ഇനി ഞാൻ തേടി പോകേണ്ടതില്ല. ഈ 3 സംഭവങ്ങളും ഒരു യാത്രയിൽ അങ്ങ് പടിപടിയായി വന്നപ്പോ ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നന്നായി ഉറച്ചു വിശ്വസിക്കുകയും തങ്ങളുടെ ഈ 3 രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടപ്പോ എന്റെ മനസ്സിൽ അല്ലാഹു ഈമാൻ ഉറപ്പിക്കുകയും ചെയ്തു. മുഅ്മിനീങ്ങളെ, നമുക്കും ഈമാൻ ഉറക്കാൻ വലിയ മാർഗമുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ലക്ഷണങ്ങൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനങ്ങളാണ്. എത്ര പ്രവചനങ്ങളാ നമ്മളെ മുന്നിൽ നമ്മൾ കാണുന്നത്? 1ഉം 2ഉമാണോ? അവിടുന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ച ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ ഓരോന്നായി നമ്മുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്, ആലോചിക്കാത്തത് കൊണ്ടാണ്. ആകാശഭൂമികളിൽ എത്രയോ അടയാളങ്ങൾ വർദ്ധിച്ചു വരുന്ന ഓരോരോ അടയാളങ്ങൾ. പക്ഷെ ആളുകൾ അത് ശ്രദ്ധിക്കാതെ അവഗണിച്ചു തള്ളുന്നു. ആ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മൾ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അപ്പൊ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അതിലേറ്റവും അധികം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, പക്ഷെ നമ്മളത് ഗൗനിക്കുന്നില്ല അല്ലേ? നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളമായി തീരുന്ന വിഷയം പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു, യക്സുറുൽ ജഹ്ലു, ജഹ്ല് അധികരിക്കും. എന്തധികരിക്കും? ജഹ്ല്, അജ്ഞത അധികരിക്കും അല്ലേ? വിവരക്കേട് അധികരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ എന്താ തോന്നുന്നത്? അധികരിച്ചു എന്നോ കുറഞ്ഞു? എന്താ തോന്നുന്നത്? അധികരിച്ചു എന്നാണ്, കുറഞ്ഞു എന്നല്ല. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദ് ഹൈടെക് വികസനം, വിദ്യാഭ്യാസ വിപ്ലവം, ITTT എന്നൊക്കെ പറയില്ലേ? ദീനിന്റെ ഇൽമ് പറ്റ കുറഞ്ഞില്ലേ? കുറഞ്ഞു. അത് കുറക്കാൻ നമ്മളൊക്കെ കാരണക്കാരല്ലേ? രക്ഷിതാക്കള് കാരണക്കാരല്ലേ? കാരണക്കാരാണ്. ഒരു കുട്ടിയോട് ഓതിപ്പടിച്ച് വരാത്ത ഒരു കുട്ടിയോട് ഉസ്താദ് എന്താ മോനെ ഓതിപ്പടിച്ച് വരാതിരുന്നെന്ന് പറയുമ്പോഴേക്ക് രക്ഷിതാവ് പോയി. എന്നിട്ട് എന്തായി? പോക്സോ കേസ്. ഇനി ഏതെങ്കിലും കുട്ടിയോട് ഉസ്താദ്മാർ ചോദിക്കും, എന്താ പഠിക്കാത്തത്? ആർക്ക് വേണ്ടിയാ പഠിക്കണേ? ആർക്കാ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളത്? പഴയ കാലത്ത് നമ്മളോടൊക്കെ നമ്മൾ ഉസ്താദന്മാര് പഠിക്കാത്തതിന്റെ പേരിൽ കർശനമായിട്ട് അവർ ഉപദേശിക്കുകയും ശകാരിക്കുകയും പഠിക്കണമെന്ന് നല്ലോണം ശരിക്ക് വീണ്ടും ദേഷ്യത്തോടെയും ഒക്കെ പറയുമ്പോ നമ്മളെ വാപ്പാര് കേസ് കൊടുത്തിരുന്നോ? ഉമ്മാര് 8 മദ്രസയിൽ വന്നിട്ട് ഇങ്ങനെ കണ്ടുറ്റി നോക്കിന്നോ?
നോക്കിനാ ഇന്ന് ഒരു കുട്ടിയോട് മോനെ എങ്ങനെ മുടി വെട്ടാൻ പാടില്ല, അത് നബിതങ്ങൾക്ക് വെറുപ്പാണെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിലൂടെ മാതാപിതാക്കൾ മെസ്സേജ് അയച്ചു പോയി, എന്ത് നിങ്ങളെ പഠിപ്പിക്കാൻ ഏൽപ്പിച്ചത്, നിങ്ങൾ എന്ത് നോക്കാൻ പാടില്ല, മുടി നോക്കാൻ ഞങ്ങൾക്കാണ് പോരേച്ച് പഠിപ്പിച്ചത്, പരിഭാഷ വാങ്ങാൻ ഇഷ്ടമാണ് നോക്കി. അതുകൊണ്ട് അതവും കുരുത്തം നിങ്ങൾ കൊടുക്കണ്ട, നിങ്ങൾ അതിലുള്ള പഠിപ്പിച്ചാൽ മതി, എക്സാമിന് കുട്ടിക്ക് മാർക്ക് ഉണ്ടോ നോക്കിയാൽ മതി. ഇൽമുണ്ടാവോ? ഉണ്ടാകോ ഇൽമ? ഒന്ന് ചോദിച്ചു നോക്കി, ഒന്നും കിട്ടൂല. അതല്ലേ നമ്മളൊക്കെ തിയറി. എങ്ങനെ ഇൽമുണ്ടാണത്? അതിനല്ലേ ആൾക്കാരെ കൂട്ടുപിടിക്കുന്നത്. പഠിക്കണം എന്നൊരു കുട്ടിയോട് ഒരു ഉസ്താദിന് പറയേണ്ട അവസ്ഥ ഉണ്ടാകരുത് എന്ന രീതിയിൽ അവരെ പഠിപ്പിച്ചു വിടല്ല നമ്മൾ ചെയ്യുന്നത്. ആരെങ്കിലും പഠിക്കണം എന്ന് ഏതെങ്കിലും ഉസ്താദ് പറഞ്ഞാൽ പിന്നെ ആ ഉസ്താദിനോട് പറ്റില്ല. നല്ലോണം പഠിക്കണട്ടോ മോളെ, ഇങ്ങനൊന്നും പഠിച്ചാൽ പോരാന്ന് പറഞ്ഞാൽ ആ ഉസ്താദിനെ പറ്റില്ല. പിന്നെ എങ്ങനെ ആ ഉസ്താദ് ഇങ്ങനെ നമ്മളെ രാവിലെ തുറക്കല് റേഡിയോ അല്ലേ, അതേപോലെ ഉസ്താദ് ഇങ്ങനെ പറയണം. കുട്ടികളെ അനുസരിച്ചാലും ശരി, അനുസരിച്ചില്ലെങ്കിലും ശരി, അങ്ങോട്ടും ഇങ്ങോട്ടും കക്ക് കളിച്ചാലും ശരി, കൂടിയാലും ശരി, വന്നാലും ശരി, പോയാലും ശരി. മദ്രസൊക്കെ തുടങ്ങി ഒരു മണി കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വന്നാലും നാളെ നേരത്തെ വരണമെന്ന് പറയാൻ പാടില്ല. നാളെ നേരത്തെ വരണമെന്ന് പറയാൻ കേസ് പോക്സോ 2. നമ്മളാൾക്കാർക്ക് വല്ല വിവരവും ഉണ്ട് സഹോദരങ്ങളെ. നമ്മൾ കരുതി നമ്മളാൾക്കാർക്ക് വിവരം കൂടിയിട്ട് നിൽക്കാണ്. ഇൽമ് വേണം, ഇൽമ് ഉയർത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയുന്ന അടയാളങ്ങളാണ്. ഏത് തരത്തിലുള്ള ഇൽമാണുള്ളത് അടുത്ത് നോക്ക്. നിങ്ങൾ അടുത്തൊരു അനുഭവം പറയട്ടെ. നിങ്ങൾ ഇത്ര യുഗമൊക്കെ വികസിച്ചെന്നല്ലേ പറഞ്ഞു. ഇപ്പൊ അടുത്ത് ഒരു വാപ്പ മരിച്ചപ്പോ ആ വാപ്പക്ക് ഏക മകനാണല്ലോ. നമ്മളെ അനുഭവം ഞാൻ പറഞ്ഞ ഏക മകനാണല്ലോ. ഉസ്താദുമാരൊക്കെ ഉണ്ട്. ആ മകൻ ഒരു 10-35 വയസ്സായിട്ടുണ്ട്. ഒന്ന് കണക്കൂട്ടികൾ നിങ്ങൾ. ഏക മകൻ 10-35 വയസ്സാണ്. ആ വാപ്പക്ക് വേറെ മകനൊന്നുമില്ല, വേറെ പെൺകുട്ടികളാണ്. ആ മകൻ അത്യാവശ്യം നല്ലൊരു പക്വതയോടെ ജീവിക്കുന്ന ആളാണ്. നിസ്കാരം കാര്യങ്ങളൊക്കെ ഉണ്ട്, മോശപ്പെട്ട ആളൊന്നുമല്ല. പക്ഷെ വാപ്പന്റെ ജനാസ വെച്ചപ്പോ മകൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ നിസ്കരിച്ചോളി, വാപ്പക്ക് കൂടുതൽ കൂലി കിട്ടാൻ നല്ലത് അതായിരിക്കും. അല്ല മോനെ അങ്ങനല്ലേ കാരണന്മാരൊക്കെ അങ്ങനെ, നിങ്ങളെ അപ്പാന്റെ ആണ്, നിങ്ങളെ ആൾക്കാർക്കുണ്ട്, നിങ്ങളെ അപ്പാന്റെ ആണ്, നിങ്ങൾക്കുള്ളതാണ്, വേറെ ആർക്കുള്ള നിങ്ങൾക്കുള്ളതാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, എനിക്ക് നിസ്കരിക്കാൻ കറക്റ്റ് അറിഞ്ഞൂടാ, നിസ്കരിച്ചോളി എന്ന് പറഞ്ഞു. ആരാ നിസ്കരിക്കാൻ അറിഞ്ഞൂടാന്ന് പറഞ്ഞത്? ആരാ? ഏത് IT വികസിച്ച യുഗത്തിലെ കഥയാണ് പറയുന്നത്? ഇത്രയും പോറ്റി വളർത്തിയിട്ട് ഈ രൂപഭാവങ്ങളൊക്കെ കൊടുത്തിട്ട് ഒരു ബാപ്പാനെ ജനാസ നിസ്കരിക്കാൻ ഒരു മകൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഇൽമ് കുറഞ്ഞോന്നോ കൂടിയെന്നാ പറയേണ്ടത്? ജഹലധികരിക്കുന്നു. ഖിയാമത്ത് അടയാളങ്ങളാണ് നമ്മൾ കാണുന്നത്. ജഹലധികരിക്കുന്നു അല്ലേ? ജഹലധികരിക്കല്ലേ? അതുകൊണ്ടല്ലേ നമ്മുടെ പെൺമക്കൾ പറഞ്ഞത്, മുസ്ലിം പെൺകുട്ടികൾ എന്ത് പറഞ്ഞു എടുത്ത് നമ്മളൊക്കെ കണ്ടില്ലേ? എന്ത് പറഞ്ഞു? തട്ടമിട്ട മക്കനയിട്ട മഫ്തയിട്ട മുസ്ലിം പെൺകുട്ടികൾ എന്ത് പറഞ്ഞു? ഏക സിവിൽ കോഡ് നമ്മുടെ നാട്ടിൽ വരണം. എന്താ കാരണം എന്ന് വെച്ചപ്പോ എന്താ കാരണം പറഞ്ഞത്? പുരുഷന്മാർക്കും സ്ത്രീകൾക്കും തുല്യമായ സ്വത്തിലെ വിഹിതം വേണം, ഈക്വൽ ആയിട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ അള്ളാഹു പഠിപ്പിച്ചത് തിരുത്തണം. അള്ളാഹു എന്താ ഖുർആനിൽ പറഞ്ഞത്? അത് വിവരം ഉണ്ടെങ്കിൽ എങ്ങനെ പറയോ? ആ വിവരം അംഗീകരിക്കുമെങ്കിൽ എങ്ങനെ പറയോ? നമ്മളെ കുട്ടികളാ. നിങ്ങൾ പറഞ്ഞു ഈ IT ആയതുകൊണ്ട് ഇൽമു കൂടിയെന്നല്ലേ? ഞാൻ ഉദാഹരണം പറഞ്ഞ ഒരൊറ്റൊന്നും ഉണ്ടാവില്ല. മുമ്പ് കാലത്ത് പറഞ്ഞിരുന്നു അങ്ങനെ. അല്ലാഹു തആല നിശ്ചയിച്ചൊരു കണക്കല്ലേ അത്? ഇന്ത്യൻ ഭരണഘടന നിശ്ചയിച്ചതാണോ? ഉസ്താദുമാർ ആരെങ്കിലും എഴുതിണ്ടാക്കിയതാണോ തസ്തിക? ഒരൊറ്റ ശതമാനം പോലും സ്വത്ത് കിട്ടാത്ത ഒരു വർഗമായിരുന്നു സ്ത്രീ സമൂഹം 6-ാം നൂറ്റാണ്ടിൽ. ആ സ്ത്രീ സമൂഹത്തിന് 4-5 വകുപ്പായിട്ട് സ്വത്തിന്റെ വിഹിതം നൽകിയത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ങ്ങളാണ്. ഉമ്മയാണെങ്കിലും വല്യമ്മയാണെങ്കിലും മകളാണെങ്കിലും ഒന്നും സ്വത്ത് കിട്ടിയിരുന്നില്ല അക്കാലഘട്ടത്തിൽ. ഇപ്പൊ മകൾക്കൊരു സ്വത്ത്, ഭാര്യയാണെങ്കിലും ഒരു സ്വത്ത്, മക്കൾ ഉണ്ടെങ്കിലും സ്വത്ത്, ഇല്ലെങ്കിലും സ്വത്ത്. ഉമ്മയാകുമ്പോ ഒന്ന്, വല്യമ്മാകുമ്പോ ഒരു സുദുസ 6-ൽ 1. എത്ര തസ്തികയിലാ സ്വത്ത് നോക്ക് നിങ്ങൾ. ഈ സ്വത്തിന്റെ അവകാശങ്ങളൊക്കെ മാന്യമായ രൂപത്തിൽ വാങ്ങിക്കൊടുത്തിട്ടും വിവരം കുറഞ്ഞ യുഗത്തിൽ പറയുന്നു, ഇസ്ലാമിന്റെ വിവരം കുറഞ്ഞ യുഗത്തിൽ ഈക്വലായി കിട്ടണം. മുസ്ലിം സഹോദരിമാര് ജഹീൽ അധികരിക്കുകയാണ്.
നമ്മളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് മനസ്സിലാക്കി പഠിക്കാനും ഈമാന് വർദ്ധിക്കാനുള്ള അടയാളങ്ങളാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വാക്കിന്റെ പുലർച്ചകൾ കാണുമ്പോൾ നമ്മൾ കൂടുതൽ ഈമാൻ കൊള്ളുകയും കൂടുതൽ ഇൽമു സ്വീകരിക്കുകയും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുകയും നമ്മുടെ മക്കളെയും പേരമക്കളെയും നന്നായി ദീൻ പഠിപ്പിച്ച് നന്നായി വളർത്തുകയും ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മജ്ലിസ് അള്ളാഹു ഖബൂലാക്കി തരട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നേതൃത്വം നൽകുന്ന ആത്മീയ മജ്ലിസുകൾ എല്ലാം നമ്മുടെ നാടിന്, നാട്ടുകാർക്ക്, പരിസരവാസികൾക്ക് വലിയ സന്തോഷമുള്ള സന്ദർഭമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആത്മീയമായ വലിയ പുരോഗതി നമ്മുടെ ഈ നാടിന്, നാട്ടുകാർക്ക് മറ്റുമൊക്കെ നൽകുന്നതിന് നേതൃത്വം നൽകാൻ അവിടുത്തേക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാകട്ടെ. ദീനിന്റെ ഖിദ്മത്തിലായി നമുക്ക് നേതൃത്വം നൽകാൻ എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉസ്താദുമാര്, സാദാത്തുക്കൾ, ഒരുപാട് ഉപ്പമാരും ഉമ്മമാരൊക്കെ ഈ മജ്ലിസിലുണ്ട്. എല്ലാവർക്കും അല്ലാഹു തആല നല്ല ദീർഘായുസ്സ് നൽകി പ്രദാനം ചെയ്യുമാറാകട്ടെ. സല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി വസല്ലം. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.